എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് LPUP പരീക്ഷകളിലേക്ക് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ബയോളജിയിലെ കുറേ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റിംഗ് ഫാക്ട്സുമാണ്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. എൻ്റെ പേര് വിവേക്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം 2020 കഴിഞ്ഞതിൻ്റെ മുന്നത്തെ UP എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ ആദ്യ പാലിൽ, അതായത് കൊളസ്ട്രോൾ, ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏതാണ്? ഒന്നാമത്തെ ചോദ്യം ഒന്നുകൂടെ വായിക്കാം. മനുഷ്യൻ്റെ ആദ്യ പാലിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏതാണ്? ഓപ്ഷൻസ് IgA, IgG, IgM, IgE ആൻഡ് IgE. ഇത്രയാണ് 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചോദ്യം എന്താ? ആദ്യ പാലായിട്ടുള്ള കൊളസ്ട്രോളിൽ അടങ്ങിയിട്ടുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏതാണെന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്കറിയാം എന്താണ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഒരു ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്? ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്താണ് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള WBCകളിൽ 5 WBCകളിൽ ഒന്നാണ് ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ലിംഫോസൈറ്റിന്റെ ധർമ്മം എന്താ? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ലിംഫോസൈറ്റിന്റെ ജോലി എന്ന് പറയുന്നത്. ആ ലിംഫോസൈറ്റുകൾ 2 തരത്തിലുണ്ട്. ഒരു B ലിംഫോസൈറ്റും ഉണ്ട്, T ലിംഫോസൈറ്റും ഉണ്ട്. അതിൽ B ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിമജ്ജയിൽ നിർമ്മിക്കപ്പെട്ട് അസ്ഥിമജ്ജയിൽ തന്നെ പാകപ്പെടുന്നതാണ് ഇത് B ലിംഫോസൈറ്റ്. T ലിംഫോസൈറ്റ് ആണെങ്കിലോ അസ്ഥിമജ്ജയിൽ നിർമ്മിച്ച് അത് നേരെ എവിടെ ചെന്നാണ് പാകപ്പെടുന്നത്? തൈമസ് ഗ്രന്ഥിയിൽ ചെന്നാണ് പാകപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ T ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിൽ B ലിംഫോസൈറ്റിന്റെ പ്രധാന ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിബോഡികളെ നിർമ്മിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? B ലിംഫോസൈറ്റിന്റെ പ്രധാന ജോലി എന്താണ്? ആന്റിബോഡികളെ നിർമ്മിക്കുക. അങ്ങനെ B ലിംഫോസൈറ്റ് നിർമ്മിക്കുന്ന ആന്റിബോഡികളെ വിളിക്കുന്ന പേരാണെന്ത്? ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? B ലിംഫോസൈറ്റ് നിർമ്മിക്കുന്ന ആന്റിബോഡികളെ വിളിക്കുന്ന പേരാണെന്ത്? ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിന്റെ ആകൃതി ചോദിച്ചിട്ടുണ്ട്. Y ഷേപ്ഡ്. ഇതിന്റെ ആകൃതി എങ്ങനെയാ? Y ഷേപ്ഡ് ആണ് ഇതിന്റെ ആകൃതി. ഇതിന്റെ ഈ 2 അറ്റം കണ്ടോ? ഈ 2 അറ്റമാണ് അതിന്റെ ആന്റിജൻസിനെ കയറി പിടിക്കുന്നത്. വരുന്ന ആന്റിജൻസിനെ കയറി പിടിക്കുന്ന ആരാ? ഈ ആന്റിബോഡിയുടെ 2 അറ്റങ്ങളിൽ നിന്നാണ് പിടിക്കുന്നത്. ഇന്റർലോക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ഇന്റർലോക്ക് ഒക്കെ ഇടത്തില്ല, അതേപോലെ എന്തിനെ കയറി പിടിക്കും? ആന്റിജനെ കയറി പിടിക്കും. അപ്പം ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ആകൃതി ചോദിക്കുകയാണെങ്കിൽ Y ആകൃതി. ഓക്കെ ആണല്ലോ? നമുക്കറിയാം, നമ്മൾ പറഞ്ഞു B ലിംഫോസൈറ്റ് നിർമ്മിക്കുന്ന ആന്റിബോഡിയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഇമ്മ്യൂണോഗ്ലോബുലിൻ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഇമ്മ്യൂണോഗ്ലോബുലിനാണുള്ളത്. നമുക്കിതാ 5 എണ്ണത്തിന്റെ പേര് നമുക്കൊരു വാക്കായിട്ട് പഠിക്കാം. എങ്ങനെ? ഗെയിംഡ് എന്ന് പറയുന്ന ഒരു വാക്കായിട്ട് പഠിക്കാം. IgG, IgA, IgM, IgE, IgD. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഓരോന്നിൻ്റെയും ജോലി എന്താണെന്ന് പഠിക്കണം. ഒന്നാമത്തതാണ് IgG എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പ്ലാസന്റ വഴി പോകുന്ന ആന്റിബോഡിയാണെന്ത്? IgG എന്ന് പറയുന്നത്. മനസ്സിലായോ? അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പ്ലാസന്റ വഴി കടന്നുപോയി കുഞ്ഞിന്റെ പ്രതിരോധ സംവിധാനത്തിന് സഹായിക്കുന്ന ആന്റിബോഡിയാണ് എന്ത്? IgG എന്ന് പറയുന്നത്. മനസ്സിലായോ? രണ്ടാമത്തതാണ് IgA. ഓക്കെ, പ്രസവശേഷമുള്ള ആദ്യത്തെ മുലപ്പാലാണ് എന്ത്? കൊളസ്ട്രം എന്ന് പറയുന്നത്. പ്രസവശേഷം ഉണ്ടാകുന്ന ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള മുലപ്പാലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളസ്ട്രം. ആ കൊളസ്ട്രത്തിൽ അടങ്ങിയ ആന്റിബോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IgA ആണ്. അതായിരുന്നു നമ്മുടെ ചോദ്യവും, അല്ലയോ? അപ്പൊ കൊളസ്ട്രത്തിൽ അടങ്ങിയ ആന്റിബോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IgA ആണ്. അപ്പൊ ഇതെവിടെ അടങ്ങിയിട്ടുള്ളത്? കൊളസ്ട്രത്തിൽ അടങ്ങിയത്. അടുത്തത് IgM എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ആന്റിജൻ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡി. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ആന്റിജൻ വരുന്നു, അതിനെതിരെ ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IgM ആണ്. അടുത്തത് IgE. പലർക്കും അലർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറിച്ച് കൊടുക്കും IgE, അല്ലേ? അത് എന്തായിട്ട് ബന്ധപ്പെട്ടതാ? അലർജിയുമായി ബന്ധപ്പെട്ട ആന്റിബോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IgE ആണ്. അടുത്ത വരുന്നതാണ് IgD എന്ന് പറയുന്നത്. IgD എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അലർജിയും വിഷവസ്തുക്കൾക്കുമെതിരെയുള്ള ആന്റിബോഡി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IgD ആണ്. അലർജിയും
അലർജിയും വിഷവസ്തുക്കളും. വിഷവസ്തുക്കൾ, അലർജിയും വിഷവസ്തുക്കൾക്കുമെതിരെയുള്ള ആന്റിബോഡി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IgD ആണ്. അപ്പം ഇതാണ് 5 ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇമ്മ്യൂണോ ഗ്ലോബുലിൻ. ക്ലിയർ ആണല്ലോ? അപ്പം ഇതാണ് 5 ആന്റിബോഡികൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. മനുഷ്യന്റെ ആദ്യ പാലിൽ, അതായത് കൊളസ്ട്രത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ആന്റിബോഡി ഏതാ, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏതാണെന്നാണ് ചോദ്യം. IgA, IgG, IgM, IgE ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഉത്തരം അറിയാം, എന്താ? IgA. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ഓക്കെ. ഹരിതഗണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏത്? ഹരിതഗണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഏത് ഭാഗത്താണെന്നുള്ളതാണ്. ഓപ്ഷൻസ്: ആസ്യരന്ധ്രങ്ങൾ, ഘ്രാന, സ്ട്രോമ, കോശസ്തരം. മനസ്സിലായോ? നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം. ആ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന സസ്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള വർണ്ണവസ്തുക്കളുണ്ട്. ഉദാഹരണത്തിന് ഹരിതകം A, B എന്നൊക്കെ പറഞ്ഞ് കുറെ ഹരിതകം എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തു എന്തിനു വേണ്ടി സഹായിക്കുന്നതാ? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പം അത്തരത്തിലുള്ള വർണ്ണകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് ഏതാ ഭാഗം? ഉത്തരം എല്ലാവരും എഴുതിക്കോ. എല്ലാവരും ആൻസർ എഴുതിക്കോ. എല്ലാവരും ആൻസർ എഴുതിയെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുത്തേക്കൊന്ന് നോക്കാം. നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം എന്താ? സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സഹായത്തോടെ, ക്ലോറോഫിലിന്റെ സഹായത്തോടെ എന്ത് നിർമ്മിക്കുന്നു? ആഹാര നിർമ്മാണം നടത്തുന്നു, അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു. ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തസിസ് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഫോട്ടോസിന്തസിസിൽ 2 ഘട്ടങ്ങളിലുണ്ട്. ഒന്ന് പ്രകാശഘട്ടമെന്നും മറ്റേത് ഇരുണ്ട ഘട്ടമെന്നും പറയും. എങ്ങനെയൊക്കെയാ? പ്രകാശഘട്ടം എന്നും പറയും, ഇരുണ്ട ഘട്ടം എന്ന് പറയും. നമുക്ക് നോക്കാം. പ്രകാശഘട്ടം എവിടെ വെച്ച് നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. പ്രകാശഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നത്? ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. അതായത് പ്രകാശഘട്ടം പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ഇത് ഒരു പ്രീ-YQ ചോദ്യമാണ്. മനസ്സിലായോ? അതായത് ഓക്സിജൻ എന്തിന്റെ ഏത് സോഴ്സിൽ നിന്നാണ് ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്? ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ട് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം ഏതാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. എന്താ? ജലം വിഘടിച്ചാണ് ഹൈഡ്രജനും ഓക്സിജനും വരുന്നത്. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ പുറന്തള്ളുന്നതും ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുന്നു. അതായത് അടുത്ത ഘട്ടത്തിലേക്ക് ആര് ഉപയോഗിക്കുന്നു? ഈ ഹൈഡ്രജനെ ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ഇനി ഈ അവിടെ നിർമ്മിക്കുന്ന ഊർജം നമ്മൾ എന്താ? ATP ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇതാണ് പ്രകാശഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ പ്രകാശഘട്ടം എവിടെ വെച്ച് നടക്കുന്നു? ഘ്രാനയിൽ വെച്ച് നടക്കുന്നു. പ്രകാശം വേണ്ടുന്ന ഘട്ടമാണ് എന്ത്? പ്രകാശഘട്ടം. അവിടെ എന്താ നടക്കുന്നത്? ജലം വിഘടിച്ച് H2O ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിച്ച് മാറുന്നു. അതിൽ ഹൈഡ്രജൻ സ്ട്രോമയിലേക്കും ഓക്സിജൻ പുറത്തേക്കും പുറന്തള്ളുന്നു. മനസ്സിലായോ? പിന്നീട് എന്ത് സംഭവിക്കുന്നത്? ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാക്കുന്നു. ATP എന്താണെന്ന് അറിയാലോ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ATP ആണ്. ക്ലിയർ? അടുത്ത ഇരുണ്ട ഘട്ടം നമുക്ക് നോക്കാം. ഇരുണ്ട ഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നത്? ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രകാശഘട്ടം ഘ്രാനയിലും ഇരുണ്ട ഘട്ടം സ്ട്രോമയിലും വെച്ച് നടക്കുന്നു. പ്രകാശം ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ? പ്രകാശം ഉപയോഗിക്കുന്നില്ല. മനസ്സിലായോ? ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജവും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പം ഇരുണ്ട ഘട്ടത്തിന് വേണ്ടുന്ന ഹൈഡ്രജൻ എവിടുന്ന് കിട്ടുന്നു? ATP എവിടുന്ന് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശഘട്ടത്തിലാണ് നിർമ്മിക്കുന്നത്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അതായത് ആഹാര നിർമ്മാണം നടന്നു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? അപ്പം പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം, ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. നമ്മുടെ ചോദ്യം എന്താന്ന് നോക്കാം. ഹരിതഗണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം. അപ്പൊ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന ഭാഗം ഏതാ? നമ്മളിവിടെ വായിച്ചല്ലോ. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നത് പ്രകാശഘട്ടമാണ്, ഇല്ലയോ? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നത് എന്താ? പ്രകാശഘട്ടമാണ്. പ്രകാശഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നത്? ഘ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തുവാ? ആൻസർ എന്താണ്? ആൻസർ ഹരിതഗണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഘ്രാനയിൽ വെച്ച്. മനസ്സിലായോ? ഉത്തരം കിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഓക്കെ. അടുത്ത ചോദ്യം, ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ചെറുകുടലില്
വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് ലോമികകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, ഓപ്ഷൻസ് നമുക്ക് നോക്കാം. രക്തലോമികൾ, ലാക്റ്റിയലുകൾ, മൈക്രോ വില്ലസുകൾ ഇവയൊന്നുമല്ല. ഓക്കെ, അപ്പം ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ദഹന വ്യവസ്ഥയിൽ നമുക്കറിയാം ദഹനം ആരംഭിക്കുന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ വായിലും ദഹനം പൂർണ്ണമാകുന്നത് ചെറുകുടലിലുമാണ്. മനസ്സിലായോ? ചെറുകുടലിൽ ദഹനം പൂർണ്ണമായതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? അവിടെ ആഗിരണം നടക്കുന്നു. ചെറുകുടൽ വെച്ചതിനാണ് എന്ത് നടക്കുന്നത്? ആഗിരണവും നടക്കുന്നത്. നമുക്കറിയാം ചെറുകുടലിലെ 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ? പക്വാശയം, ജജുനം, ഇലിയം. പക്വാശയം, ജജുനം, ഇലിയം, അങ്ങനെ 3 ഭാഗങ്ങളാണ് ചെറുകുടലിനുള്ളത്. അതിനകത്ത് പക്വാശത്തിൽ വെച്ച് ദഹനം പൂർണ്ണമാകുന്നു. ഇലിയത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നത്? ദഹിച്ച ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ടാണ് നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം വരുന്നത്. നമ്മൾ പറഞ്ഞു ഇലിയത്തിൽ വെച്ച് ഇത് ആഗിരണം ചെയ്യുന്നു. ഇലിയത്തിൽ എത്തുമ്പോഴത്തേക്കും ദഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആഹാര പദാർത്ഥങ്ങൾ മിക്കതും ഏതൊക്കെ രൂപത്തിലാണ് നിൽക്കുന്നത്? നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരെണ്ണം വരുന്നത് ഗ്ലൂക്കോസ് കാണും, പിന്നെ ഫ്രക്ടോസ് കാണും. നിങ്ങൾക്ക് ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ. അപ്പൊ ദഹനശേഷം നമുക്ക് കിട്ടുന്ന ലഘു ഘടകങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാ: ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ. മനസ്സിലായോ? ഇലിയത്തിൽ വെച്ച് ഇത് ആഗിരണം ചെയ്യുന്നു നമ്മൾ പറഞ്ഞല്ലോ. ഇത് 2 രീതിയിലാണ് ആഗിരണം ചെയ്യുന്നത്. നമുക്കറിയാം ആഗിരണത്തിന് വേണ്ടി സഹായിക്കാൻ, ആഗിരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ചെറുകുടലിലെ പ്രതല വിസ്തീർണം അനേക മടങ്ങുകളായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചെറുകുടലിൽ വിരൽ പോലെ കാണപ്പെടുന്ന ഒരു അവയവമാണെന്ത്? വില്ലസ് എന്ന് പറയും. മനസ്സിലായോ? വില്ലസ് എന്ന് പറയും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിരൽ പോലുള്ളൊരു ഭാഗമാണെന്ത്? വില്ലസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ വില്ലസിനകത്ത് എന്ത് കാണാം? വില്ലസിനോട് അകത്ത് രക്തലോമികൾ നിങ്ങൾക്ക് കാണാം. ആ രക്തലോമികയ്ക്കകത്ത് ഒരു ചെറിയ കുഴലും നിങ്ങൾക്ക് വരാം. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പം ചെറുകുടലിൽ കാണപ്പെടുന്ന വിരൽ പോലുള്ള ഭാഗമാണെന്ത്? വില്ലസ് എന്ന് പറയുന്നത്. ആ വില്ലസിനകത്ത് രക്തലോമികളും ഉണ്ട്, ഒരു ലിംഫ് ലോമികയുണ്ട്. മനസ്സിലായോ? ഇനി ഇവിടെ ആഗിരണം നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഇതിത്രയും നേരെ വില്ലസിനകത്തെ രക്തലോമികയിലേക്കാണ് ആഗിരണം ചെയ്യുന്നത്. രക്തലോമികയിലേക്ക് ആഗിരണം ചെയ്യുന്നു. മനസ്സിലായോ? ബാക്കി ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ലിംഫ് ലോമികയിലേക്കാണ് ആഗിരണം ചെയ്യുന്നത്. ഏത് ലിംഫ് ലോമിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫ് ലോമികയിലേക്ക്. മനസ്സിലായോ? ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫ് ലോമികയിലേക്കാണ് ഇത് രണ്ടും ആഗിരണം ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ഇതിനൊക്കെ നേരെ രക്തലോമികയിലേക്ക് ആഗിരണം ചെയ്യാം, അല്ലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാം. ഇവിടെ കാണുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും രക്തത്തിലോട്ട് പോകാത്ത എന്താ? അവർക്ക് മാത്രം ഒരു സെപ്പറേറ്റ് പാത ആയിട്ടുള്ള ഒരു ലിംഫ് കുഴലിലേക്കൊക്കെ കയറ്റുന്നതിൻ്റെ ആവശ്യം എന്തുവാ? എന്തിനാ ഇവർ രണ്ടുപേരും 2 വഴിയിൽ പോകുന്നത്? എന്തായിരിക്കും കാരണം? നമുക്കറിയാം ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്തുവാ? കൊഴുപ്പാ, ഇല്ലയോ? കൊഴുപ്പ് രക്തത്തിൽ ലയിക്കുമോ? നമുക്കറിയാം രക്തത്തിനകത്ത് ഏറ്റവും കൂടുതലുള്ള ഘടകം എന്തുവാ? പ്ലാസ്മയാണ്. പ്ലാസ്മയിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലമാണ്, ഇല്ലയോ? ഈ ജലത്തിൽ നമ്മുടെ കൊഴുപ്പ് ലയിക്കുമോ? ഇല്ല. അതാണ് കാരണം. അതുകൊണ്ടാണ് രക്തത്തിലേക്ക് എന്ത് കയറാത്തത്? ഈ ഫാറ്റി ആസിഡും അതേപോലെ ഗ്ലിസറോളും കയറാത്തത്. പകരം അത് എങ്ങോട്ടേക്ക് കയറുന്നു? വില്ലസിനകത്തുള്ള ലിംഫ് ലോമികയിലേക്ക് കയറുന്നു. ആ ലിംഫ് ലോമികയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്റ്റിയൽ. മനസ്സിലായോ? അപ്പൊ നമുക്കിവിടെ ഉത്തരം കിട്ടിയല്ലോ. ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫ് ലോമികയിലേക്കാണ് കയറിയത്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? നാരുകല, സ്നായുക്കള്, തരുണാസ്ഥി, ടെൻഡൻ. അപ്പൊ ഇതിനകത്ത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകല ഏതെന്നാണ് ചോദ്യം. ആൻസർ എഴുതിക്കും എല്ലാവരും. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകല: നാരുകല, സ്നായുക്കള്, തരുണാസ്ഥി, ടെൻഡൻ. ഇതെല്ലാം യോജകല എക്സാമ്പിൾ ആണ്. എന്നാൽ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെൻഡോൺസ് ആണ്. ടെൻഡൺ ആണ്. ക്ലിയർ ആണല്ലോ. അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അസ്ഥിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് എന്താ? സ്നായുക്കളാണ്. സ്നായുക്കൾ ഇംഗ്ലീഷിൽ നമ്മൾ ലിഗമെന്റ് എന്ന് പറയും. ലിഗമെന്റ് എന്ന് പറയും. മനസ്സിലായോ? ഈ നാരുകല എന്തുവാ? ഫൈബർ ടിഷ്യൂസ്, നമ്മുടെ കണ്ണ്, വൃക്കയൊക്കെ അതാത് സ്ഥാനത്തിരുത്താൻ സഹായിക്കുന്ന യോജകലയാണ് എന്ത്? നാരുകല എന്ന് പറയുന്നത്. പിന്നെ തരുണാസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കുന്ന, അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, താങ്ങ് ബലമൊക്കെ കൊടുക്കുന്ന ഒരു യോജകലയാണ് എന്ത്? തരുണാസ്ഥി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അസ്ഥിയും പേശിയും വന്നു കഴിഞ്ഞാൽ ടെൻഡോൺസും, അസ്ഥിയും വന്നു കഴിഞ്ഞാൽ സ്നായുക്കളും ആണെന്ന് ഓർത്തോണം. എന്താണ്ട് ഇങ്ങനെ അങ്ങ് ഓർത്താൽ മതി. എല്ലും ഒരെല്ല് മറ്റൊരെല്ലിനെ ലിഗമെന്റ് കൊണ്ട് ബന്ധിപ്പിക്കുന്നു എന്ന് അങ്ങ് ഓർത്താൽ മതി. ഒരെല്ലിനെ മറ്റൊരെല്ലിനെ, രണ്ടെല്ലും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്ത് വെച്ചാൽ? ലിഗമെന്റ് വെച്ചിട്ടാണ്. രണ്ടെല്ലും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റ് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വൈറ്റമിൻ B9, B7, E, K. ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? ആൻസർ എഴുതിക്കോ. ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? എന്താ? B9, B7, E, K. അപ്പൊ ആൻസർ എന്താ ഇതിനകത്ത്? ആൻസർ വൈറ്റമിൻ ഇ ആണ് ആൻസർ. ടോക്കോഫെറോൾ എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റമിൻ ഇ ആണ് ആൻസർ. ഓക്കെ, നമുക്ക് ചില വൈറ്റമിൻസിന്റെ ഒക്കെ ശാസ്ത്രീയ നാമങ്ങളൊന്ന് നോക്കാം. വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ എന്താ? റെറ്റിനാൾ. വൈറ്റമിൻ എ ആണെന്ത്? റെറ്റിനോൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് രണ്ട് രൂപങ്ങളാണ്, A1 എന്നും പറഞ്ഞുകൊണ്ട് A2 എന്ന് പറഞ്ഞുകൊണ്ട്. A1 ആണ് യഥാർത്ഥത്തിൽ റെറ്റിനോൾ എന്ന് പറയുന്നത്. A2 എന്ന് പറയുന്നത് ഡീഹൈഡ്രോ റെറ്റിനോൾ എന്ന, ഡീഹൈഡ്രോ റെറ്റിനോൾ എന്ന. മനസ്സിലായോ? ബി കോംപ്ലക്സുകൾ ഞാൻ പിന്നെ പറയാം. സി എന്താ? അസ്കോർബിക് ആസിഡ്. സി എന്ന് പറഞ്ഞാൽ അസ്കോർബിക് ആസിഡ്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? കാൽസിഫെറോൾ. കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ. അപ്പൊ വൈറ്റമിൻ എ എന്താ? റെറ്റിനോള്. സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ്. ഡി കാൽസിഫെറോള്. ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോള്. കെ ഫില്ലോക്വിനോൺ ആണ്. ഓക്കെ, ഇനി ബി കോംപ്ലക്സും കൂടെ നമുക്ക് നോക്കാം. B1 ആണെന്ത്? തയാമിൻ. B1 എന്ന് പറയുന്നത് തയാമിൻ. B2 റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ. B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. നിക്കോട്ടിനിക് ആസിഡ്. ഓക്കെ, B4 എന്താ? B4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി B4 ഇല്ല, B5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻഡോത്തനിക് ആസിഡ്. പാൻഡോത്തനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. B12 സയനോകൊബാലമീൻ. മനസ്സിലായോ? അപ്പം ബി കോംപ്ലക്സുകളാണ് B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്, B5 പാൻഡോത്തനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലമീൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ആൻസർ നമുക്ക് എഴുതിയായിരുന്നല്ലോ. ടോക്കോഫെറോൾ എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റമിൻ ഇ. അടുത്ത ചോദ്യം നോക്കാം. ലോകാരോഗ്യ സംഘടനാ നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനം ആണ് എന്ത്? വൈഡൽ ടെസ്റ്റ്, ഡോട്ട്സ്, എലീസ, ജീൻ തെറാപ്പി. ഓക്കെ, ചോദ്യം ഒന്നുകൂടെ നോക്കാം. ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനം ഏതാണെന്നുള്ളതാണ്.
ഏതൊക്കെയാ ഓപ്ഷൻസ്? വൈഡൽ ടെസ്റ്റ്, ഡോട്ട്സ്, എലീസ ടെസ്റ്റ്, ജീൻ തെറാപ്പി. എന്താ ഇതിൻ്റെ ആൻസർ? ആൻസർ ഡോട്ട്സ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓപ്ഷൻ എ ഇരുണ്ട ഘട്ടം, ഹിൽ പ്രവർത്തനം, ക്രബ്സ് പരിവൃത്തി, കാൽവിൻ ചക്രം. ചോദ്യം ഒന്ന് വായിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനം ഏത്? ഇരുണ്ട ഘട്ടം, ഹിൽ പ്രവർത്തനം, ക്രബ്സ് പരിവൃത്തി, കാൽവിൻ ചക്രം. അപ്പൊ ഇതിനകത്ത് ആൻസർ ഏതാ? ഇതിന്റെ ആൻസർ ക്രബ്സ് പരിവൃത്തിയാണ്. ക്രബ്സ് പരിവൃത്തിയാണ്. മനസ്സിലായോ? എന്താണ് ക്രബ്സ് പരിവൃത്തി എന്ന് പറയുന്നത്? അത് എന്തിന്റെ ഭാഗമായിട്ട് വരുന്നയാ? അത് കോശ ശ്വസനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കോശ ശ്വസനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്? ഈ പറഞ്ഞ ക്രബ്സ് പരിവൃത്തി എന്ന് പറയുന്നത്. കോശ ശ്വസനം എന്ന് പറഞ്ഞാൽ എന്താ? 2 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നതാണ് എന്ത്? കോശ ശ്വസനം അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാ 2 ഘട്ടങ്ങൾ? ഒന്ന് ഗ്ലൈക്കോളിസിസ്, ഗ്ലൈക്കോളിസിസും രണ്ടാമത്തത് ക്രബ്സ് പരിവൃത്തിയും. ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയും. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൈക്കോ എന്തുവാ? ഗ്ലൂക്കോസ് എന്നർത്ഥം. ലിസിസ് എന്താ? മുറിക്കുന്നു എന്നാണ് അർത്ഥം. മുറിക്കുന്നു, അതായത് ഗ്ലൂക്കോസിനെ മുറിക്കുന്നു. 6 കാർബൺ ആറ്റമുള്ള അല്ലയോ? C6H12O6 ആണ് എന്ത്? നമ്മുടെ ഗ്ലൂക്കോസ്. അപ്പം 6 കാർബൺ ആറ്റമുള്ള മോളിക്യൂൾസിനെ മുറിച്ച് നമ്മൾ എന്താക്കുന്നു? 3 കാർബൺ ആറ്റമാക്കി മാറ്റുന്നു. അപ്പൊ ഗ്ലൈക്കോളിസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കോശശ്വസനത്തിലെ 1ാം ഘട്ടം എന്നറിയപ്പെടുന്നു. എവിടെ വെച്ചാണ് നടക്കുന്നത്? കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. കോശദ്രവ്യത്തിൽ ഓക്സിജന്റെ അഭാവത്തിൽ ഗ്ലൂക്കോസിനെ വിഘടിച്ച് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എന്താക്കി മാറ്റുന്നു? പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. മനസ്സിലായോ? പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. 6 കാർബൺ ആറ്റമുള്ള മോളിക്യൂളിനെ മുറിച്ച് 3 കാർബൺ ആറ്റം ആക്കി മാറ്റുന്നു. പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഈ പൈറുവിക് ആസിഡിനകത്ത് ചിലത് വിഘടിച്ച് വീണ്ടും എനർജി റിലീസ് ചെയ്യുന്നു. ആ എനർജി 2 ATPയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ? ഇതാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോളിസിന് ആരും ഉപയോഗിക്കുന്നില്ല, ഓക്സിജൻ അഭാവത്തിലാണ് നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്രബ്സ് പരിവൃത്തി എവിടെ വെച്ച് നടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. മൈറ്റോകോൺട്രിയയിൽ വെച്ച് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നമ്മളിവിടെ ബാക്കി കുറച്ച് പൈറുവിക് ആസിഡ് ഉണ്ടായിരുന്നല്ലോ, ആ പൈറുവിക് ആസിഡ് നേരെ ഇവിടെ ചെല്ലും. എന്നിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് തരും? 28 ATP, ജലം, കാർബൺ ഡൈ ഓക്സൈഡ് തരും. മനസ്സിലായോ? അങ്ങനെ ഒരു സെല്ലുലാർ റെസ്പിറേഷനിൽ മൊത്തം എത്ര എണ്ണം വരുന്നുണ്ട്? 30 ATP പ്ലസ് ജലം പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. മനസ്സിലായോ? ഇതാണ് കോശ ശ്വസനം എന്ന് പറയുന്നത്, സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് നടക്കുന്നത്? ശ്വസന പ്രക്രിയ നടക്കുന്നത്. എയ്റോബിക് റെസ്പിറേഷൻ നടത്തുന്ന വായു ശ്വസനം നടക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരിലൊക്കെ നടക്കുന്ന എന്താണ്? ഈ പ്രക്രിയയിലാണ് കോശ ശ്വസനം നടക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ക്രബ്സ് പരിവൃത്തി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം. ഈ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം ഒക്കെ സ്ഥിരം PSC എക്സാമിന് ചോദിക്കുന്നതാണ്. എങ്ങനെ ചോദിക്കും? ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞ് ചോദിക്കാം. ആ രീതിയിലൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പം മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് നമുക്ക് എല്ലാം ഒന്ന് നോക്കിയേക്കാം. ഒന്ന്, പാറ്റയിലെ ഹൃദയത്തിന്റെ അറ സ്ഥിരം ചോദിക്കുന്നതാണ്. എത്രയാണ്? 13. അതായത് പാറ്റയിലുള്ളത് എന്താ? ട്യൂബുലാർ ഹാർട്ട് എന്ന് പറയും. പാറ്റയിൽ ഉള്ളത് എന്തുവാ? ട്യൂബുലാർ ഹാർട്ടാണ്. മനസ്സിലായോ? പിന്നെ പാറ്റ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മണ്ണിര. മണ്ണിരയിൽ വരുന്ന എങ്ങനെയാ? 5 ജോഡി പാർശ്വഹൃദയം എന്നാ പറയുന്നത്, ഇല്ലയോ? തിരിപ്പോന്ന മണ്ണിരയ്ക്കകത്ത് എന്തുവാ? 5 ജോഡി പാർശ്വഹൃദയമാണുള്ളത്. ക്ലിയർ? അടുത്ത മത്സ്യത്തില് എത്ര അറകളാ? 2 അറകളാണുള്ളത്. അതായത് ഒരു ഏട്രിയവും ഒരു വെൻട്രിക്കിളും അടങ്ങുന്ന 2 അറകളാണുള്ളത്. പിന്നെ വരും നമുക്ക് ഉഭയജീവികളെ നോക്കാം. ഉഭയജീവികൾ അറിയാമല്ലോ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് ഉഭയജീവികൾ. അതിനകത്ത് എത്ര അറയുണ്ടെന്ന് വെച്ചാൽ 3 അറയുണ്ട്. അതായത് 2 ഏട്രിയം ഉണ്ട്, ഒരു വെൻട്രിക്കിളുമാണ് അവർക്കുള്ളത്. മനസ്സിലായോ? ഇനി അടുത്ത ഉരകം, പാമ്പ് പോലുള്ള ഉരകങ്ങളുണ്ടല്ലോ. ഉരകങ്ങളിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 3 എണ്ണം ഉണ്ട്. അവർക്കും എങ്ങനെയാ? 2 ഏട്രിയവും ഒരു വെൻട്രിക്കിളുമാണ് ഉള്ളത്.
മനസ്സിലായോ? എന്നാൽ ഉരകത്തിനകത്ത് തന്നെ ഒരു എക്സെപ്ഷൻ കേസാണ് മുതല അല്ലെങ്കിൽ ചീങ്കണ്ണി എന്നൊക്കെ പറയും. ഇവരിനകത്ത് എത്ര എണ്ണം ഉണ്ട്? ഇതിനകത്ത് 4 അറകളാണുള്ളത്. മനസ്സിലായോ? പിന്നെ വരുന്ന പക്ഷികൾ അതേപോലെ സസ്തിനികളിൽ ഇതിനകത്ത് രണ്ടിനകത്ത് എത്ര എണ്ണമാ? 4 അറകളാണുള്ളത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഹൃദയ അറകൾ, ജീവികളിലെ ഹൃദയ അറകളുടെ എണ്ണം തന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചോദിക്കാം? ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് ചോദിക്കാം. ഈ രീതിയിലൊക്കെയാണ് പുതിയ ചോദ്യങ്ങളൊക്കെ വരുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കൊടുത്തോ. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര? ഓൾറെഡി നമ്മൾ പഠിച്ചു. ഒരു ഏട്രിയവും ഒരു വെൻട്രിക്കിളും അടങ്ങുന്ന 2 അറകളാണ് മത്സ്യത്തിനുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത, ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടമേത്? ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഘട്ടമേത്? ഓപ്ഷൻസ് മെറ്റാഫേസ്, ടീലോഫേസ്, പ്രൊഫേസ്, അനാഫേസ്. അങ്ങനെ 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതായത് മർമ്മ വിഭജനത്തിന്റെ 4 ഘട്ടങ്ങൾ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്ന 4 എണ്ണം. മനസ്സിലായോ? ഓർഡറിലല്ലെന്നേ ഉള്ളൂ. നമുക്കറിയാം കോശ വിഭജനം. പ്രായപൂർത്തിയായ ഒരു കോശം എന്ത് ചെയ്യുന്നു? പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നു. അങ്ങനെ പുത്രികാ കോശങ്ങളായിട്ട് മാറുമ്പം അവിടെ ആദ്യം നടക്കുന്ന എന്തിന്റെ വിഭജനമാണ്? ന്യൂക്ലിയസിന്റെ വിഭജനമാണ്, മർമ്മ വിഭജനമാണ് നടക്കുന്നത്. മനസ്സിലായോ? ആ മർമ്മ വിഭജനത്തിൽ കാണുന്ന 4 ഘട്ടങ്ങളാണ് എന്തൊക്കെ? പി മാറ്റ് എന്ന് പറഞ്ഞ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പി മാറ്റ് എന്തൊക്കെയാ? പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം ഓരോ ഘട്ടത്തിൻ്റെയും. ഓക്കെ, ഒരു പ്രായപൂർത്തിയായ ഒരു കോശമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇതാ നമുക്കറിയാം. നമുക്ക് ഒരു പ്രായപൂർത്തിയായ കോശത്തിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഒരു കോശസ്തരമുണ്ട്, അതിനകത്തൊരു മർമ്മമുണ്ട്. മർമ്മത്തിനൊരു മർമ്മസ്തരം ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ നൂല് പോലെ കിടക്കുന്നതാണ് ക്രൊമാറ്റിൻ ജാലിക. ഇതിന്റെ ചുമന്ന നിറത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നതാണ് മർമ്മകം, റൈബോസോമിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മർമ്മകം. പിന്നെ പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്നത് സെൻട്രോസോം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം കോശ വിഭജനത്തിൽ അറിയേണ്ട ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു കോശ വിഭജനത്തിൽ ആദ്യം നടക്കുന്നത് മർമ്മ വിഭജനമാണ്. നമുക്ക് നോക്കാം. മർമ്മ വിഭജനത്തിന്റെ ആദ്യ ഘട്ടമാണ് എന്ത്? പ്രൊഫേസ് എന്ന് പറയുന്നത്. ആദ്യ ഘട്ടമാണ് പ്രൊഫേസ്. ഓക്കെ, അപ്പം 1-ാം ഘട്ടത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1-ാം ഘട്ടത്തിൽ എന്ത് പോയി? മർമ്മസ്തരം ഉണ്ടായിരുന്നില്ലയോ? ഞാൻ ഇച്ചിരി വലുതായിട്ട് വരച്ചെന്നെ. മർമ്മസ്തരം എന്ത് ചെയ്ത്? അപ്രത്യക്ഷമായി. മർമ്മസ്തരം എന്ത് ചെയ്ത്? അപ്രത്യക്ഷമായി. അതിനകത്ത് ക്രൊമാറ്റിൻ ജാലിക, നൂല് പോലെ കടന്ന ക്രൊമാറ്റിൻ ജാലിക എന്തായിട്ട് മാറി? ക്രോമസോം ആയിട്ട് മാറി. മനസ്സിലായോ? എന്തായിട്ട് മാറി? ക്രോമസോം ആയിട്ട് മാറി. ക്രോമസോംസ് ആയിട്ട് മാറി. അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചിതറി കിടക്കുക. ആ രീതിയിലാണ് ക്രോമസോംസ് ആയത്. മനസ്സിലായോ? ദാണ്ടെ ഞാൻ ചുമന്ന മഷി വെച്ച് വരച്ചോ? ഇല്ല. അതായത് മർമ്മകം അപ്രത്യക്ഷമായി, മർമ്മസ്തരം അപ്രത്യക്ഷമായി. ദാണ്ടെ വരച്ചേക്കുന്ന സെൻട്രോസോമിന്റെ ജോലി എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ സെൻട്രോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോശ വിഭജനത്തിന് സഹായിക്കുന്ന കോശാംഗമാണെന്ത്? സെൻട്രോസോം. അല്ലെങ്കിൽ കോശ വിഭജനത്തിന് സഹായിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രോസോമ. അപ്പൊ പ്രൊഫേസിൽ സെൻട്രോസോം എന്തായിട്ട് മാറും? 2 സെൻട്രിയോളുകളായിട്ട് മാറി 2 ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. മനസ്സിലായോ? 2 ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. ആ 2 ധ്രുവങ്ങളിൽ നിന്ന് സഞ്ചരിക്കുന്ന സെൻട്രിയോളിൽ നിന്നും എന്ത് പുറത്തേക്ക് വരും? ഇങ്ങനെ കീലതന്തുക്കൾ, സ്പിൻഡൽ ഫൈബേഴ്സ് പുറത്തേക്ക് വരാനും തുടങ്ങും. മനസ്സിലായോ? ഇതാണ് 1-ാം ഘട്ടം. എന്താ 1-ാം ഘട്ടത്തിന്റെ പേര്? പ്രൊഫേസ് എന്ന് പറയും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ 1-ാം ഘട്ടം പഠിച്ചല്ലോ. ഇനി 2-ാം ഘട്ടം. 2-ാം ഘട്ടത്തിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് നോക്കാം. രണ്ടാം ഘട്ടം നോക്കാം. രണ്ടാം ഘട്ടം നോക്കാം. ഓക്കെ, രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ ഈ ബാക്കിയെല്ലാം പോയല്ലോ. ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ക്രോമോസോം എല്ലാം കൂടെ എന്ത് ചെയ്ത് നടുക്കായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്യാൻ തുടങ്ങി. അതായത് രണ്ടാം ഘട്ടത്തിന്റെ പേരാണ് എന്ത്? മെറ്റാഫേസ്. മെറ്റ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? മിഡിൽ എന്നാണ്. മനസ്സിലായ? സെന്റർ എന്നൊക്കെ അർത്ഥം വരും. അപ്പം മെറ്റാഫേസിൽ ഈ അങ്ങും ഇങ്ങും ചിതറിക്കിടക്കുന്ന ക്രോമോസോംസ് എല്ലാം കൂടെ ഇങ്ങനെ നടുക്ക് വന്ന് അലൈൻ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? നടുക്ക് ഇങ്ങനെ അലൈൻ ചെയ്യും. ക്ലിയർ ആണോ? രണ്ട് സെൻട്രിയോളുകൾ രണ്ട് ധ്രുവങ്ങളിലേക്ക് യാത്ര തുടങ്ങിയായിരുന്നല്ലോ. അത് രണ്ടും ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിലേക്ക് വരും. മനസ്സിലായോ? അതിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടുള്ള സ്പിൻഡൽ ഫൈബേഴ്സ് എന്ത് ചെയ്യും? ഈ സ്പിൻഡൽ ഫൈബേഴ്സ് എന്തുമായിട്ട് അറ്റാച്ച്ഡ് ആവും? ഈ ക്രോമോസോംസ് ആയിട്ട് അറ്റാച്ച്ഡ് ആവും. മനസ്സിലായോ? ക്രോമോസോംസ് ആയിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആവും. ക്ലിയർ ആണോ? ഇതാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഈ ഘട്ടമാണെന്ത്? മെറ്റാഫേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പം പ്രൊഫേസിൽ വന്ന മാറ്റം എന്താണെന്ന് മനസ്സിലായല്ലോ. ക്രോമാറ്റിൻ്റെ ക്രോമോസോംസ് അവിടെ ഇവിടെയും ചിതറിക്കിടക്കുന്നു. മെറ്റാഫേസിൽ വന്നപ്പോഴത്തേക്കും ആ ക്രോമോസോംസ് എല്ലാം എന്ത് ചെയ്ത് ഒരു സെൻട്രലായിട്ട് അലൈൻ ചെയ്ത്. മനസ്സിലായോ? എന്നിട്ട് ഈ സെൻട്രോളിൽ നിന്നും പുറത്തേക്ക് വന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ ക്രോമോസോംസുമായിട്ട് അറ്റാച്ച്ഡ് ആയി. മനസ്സിലായോ? ഇതിൻ്റെ ഒരു ക്രോമോസോം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഒരു ക്രോമോസോം മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ക്രോമോസോം വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഈ സ്പിൻഡൽ ഫൈബേഴ്സ് വന്ന് ചേരുന്നെന്ന് പറഞ്ഞില്ലയോ, അതാ ഈ നടുക്കത്തെ ഏരിയയാണ്. നടുക്കാണ് ഈ സ്പിൻഡൽ ഫൈബേഴ്സ് വന്ന് കയറുന്നത്. ഇതിൻ്റെ ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിഡ് എന്ന് പറയും. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിഡ് എന്ന് പറയും. മനസ്സിലായോ? ഈ നടുക്ക് വന്ന് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് സെൻട്രോമിയർ എന്ന് പറയും. ക്ലിയർ ആണേ? ഈ സ്പിൻഡൽ ഫൈബേഴ്സ് വന്ന് ജോയിൻ ചെയ്തേക്കുന്ന എവിടെ? ഈ സെൻട്രോമിയറിലാണ് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് അടുത്ത ഘട്ടം നോക്കാം. അടുത്ത ഘട്ടത്തിൽ വന്ന മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ടേ നമ്മൾ ഈ ഘട്ടത്തിൽ കണ്ടല്ലോ, ഇങ്ങനെ സ്പിൻഡൽ ഫൈബേഴ്സ് വന്ന് ക്രോമോസോംസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുമല്ലോ. ഈ സ്പിൻഡൽ ഫൈബേഴ്സ് അങ്ങോട്ട് വലിച്ച് മുറുക്കും ഇതിനെ. ഈ സെൻട്രോമിയറിൽ വെച്ച് ഇതിനെ അങ്ങ് വലിച്ച് മുറുക്കി എന്ത് ചെയ്യും? സ്പിൻഡൽ ഫൈബേഴ്സ് ഇതിനെ സെൻട്രോമിയറിൽ വെച്ച് ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു കട്ട് ചെയ്യും. മനസ്സിലായോ? അവിടെ വെച്ച് ഇവിടെ വെച്ച് ഇങ്ങനെ അങ്ങ് മുറിച്ചളയും. മനസ്സിലായോ? അങ്ങനെ രണ്ട് ക്രൊമാറ്റിഡും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകും. ഏത് ഘട്ടത്തിൽ? രണ്ടാം ഘട്ടത്തിൽ. ഇത് രണ്ടും എങ്ങോട്ടേക്ക് പോയി? രണ്ടും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇവിടെ സെൻട്രിയോളുകളും കാണും. ഓക്കെ ആണല്ലോ? ഈ രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയിട്ടുള്ള ക്രൊമാറ്റിഡുകൾ എന്തായിട്ട് മാറും? പതുക്കെ ക്രോമോസോമുകളായിട്ട് മാറും. പുത്രിക ക്രോമോസോമുകളായിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? പുത്രിക ക്രോമോസോമായിട്ട് മാറും. മനസ്സിലായോ? പുത്രിക ക്രോമോസോമായിട്ട് മാറും. അതായിരുന്നു നമ്മുടെ ചോദ്യം. പുത്രിക ക്രോമോസോം രൂപം കൊള്ളുന്ന ഘട്ടം ഏത് ഘട്ടമാ? അനാഫേസിലാണ് രൂപം കൊള്ളുന്നത്. അനാഫേസ്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത അവസാന ഘട്ടം നമുക്ക് നോക്കാം. അവസാന ഘട്ടമാണ് എന്ത്? ടീലോഫേസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്ത് നടക്കും നോക്കാം. ടീലോഫേസിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പുത്രിക ക്രോമോസോമുകളെല്ലാം അവിടെ ഗ്രൂപ്പായിട്ട് അവിടെ എന്തായിട്ട് മാറും? പുത്രിക ന്യൂക്ലിയസുകളാവാൻ തുടങ്ങും. മനസ്സിലായോ? പുത്രിക ക്രോമസോമുകൾ എന്തായിട്ട് മാറും? അവസാന ഘട്ടത്തിൽ പുത്രിക ന്യൂക്ലിയസുകളായിട്ട് മാറും. പുത്രിക ന്യൂക്ലിയസ് ആകുമ്പം അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു? അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ദാണ്ടേ പുത്രിക ക്രോമസോം വരയ്ക്കുമ്പം മായ്ഞ്ഞു പോയിട്ടുള്ള ഒരു സാധനം തിരിച്ചു വന്ന്. എന്തായിരുന്നു? മർമ്മസ്തരം തിരിച്ചു വന്നു. അല്ലയോ? മർമ്മസ്തരം തിരിച്ചു വന്നു. പിന്നെന്തോ വന്ന്? മർമ്മകം തിരിച്ചു വന്നു.
ക്ലിയർ ആണല്ലോ. ദാണ്ടെ അനാഫേസ് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് ക്രോമോസോം അവിടെ ഇവിടെയും ചിതറി കിടക്കുമായിരിക്കും. ഈ ക്രോമോസോംസ് എല്ലാം കൂടെ എന്ത് ചെയ്ത് അവിടെ ക്രോമാറ്റിൻ ജാലികയായിട്ട് മാറി. ഈ ക്രോമോസോംസ് എല്ലാം എന്ത് ചെയ്ത് ക്രോമാറ്റിൻ ജാലികയായിട്ട് മാറി. മനസ്സിലായോ? രണ്ടുപേർക്കും എന്തുണ്ട്? 2 സെൻട്രോസോമുകൾ ഇവിടെ കാണുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇത് നടക്കുന്നതാണ് ടീലോഫേസ്. ക്ലിയർ? അതുകൊണ്ട് ഒന്ന് നോക്കിയേ, ആദ്യത്തെ ഘട്ടം നമ്മുടെ പ്രൊഫേസിൽ എന്ത് ചെയ്ത് ഇതെല്ലാം മാഞ്ഞു പോവായിരുന്നു, ഇല്ലയോ? ഇതിനെല്ലാം മാഞ്ഞു പോയി, ഇതെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റം തിരിച്ചു വന്ന ഘട്ടമല്ലയോ ടീലോഫേസ് എന്ന് പറയുന്നത്? പ്രൊഫേസിൽ ഉണ്ടായ മാറ്റങ്ങളെല്ലാം എന്ത് ചെയ്ത് ടീലോഫേസിൽ തിരിച്ചു വന്നു. അപ്പം ടീലോഫേസിന് അറിയപ്പെടുന്ന ഒരു പേരാണ് ആന്റി പ്രൊഫേസ് ഘട്ടം. ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ടീലോഫേസ് ആണ്. ആന്റി പ്രൊഫേസ് ഘട്ടം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീലോഫേസ് ആണ്. ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ഇതാണ് കോശ വിഭജനം, മർമ്മ വിഭജനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ആ ആൻസർ ഒന്നും കൂടെ നോക്കാം. ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്നത് നോക്കിക്കോണം. പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്ന ഏത് ഘട്ടത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാഫേസിലാണ്. മനസ്സിലായോ? ഓക്കെ, പ്രൊഫേസിൽ എന്താ? ക്രോമാറ്റിൻ ജാലികയായിട്ട് മാറുന്നതാണ് പ്രൊഫേസിലാണ് ക്രോമസോം ഉണ്ടാവുന്നത്. ക്രോമസോം ഉണ്ടാവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പ്രൊഫേസിലാണ്. മെറ്റാഫേസിൽ എന്ത് ചെയ്ത് സെന്ററിൽ ക്രോമസോം അലൈൻ ചെയ്യുന്നു. ടീലോഫേസിൽ എന്ത് ചെയ്ത് പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാവുന്നു, മർമ്മം ഉണ്ടാവുന്നു. മനസ്സിലായോ? ഇതാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തവയിൽ പടവലത്തിന്റെ സങ്കര ഇനം ഏത്? കൗമുദി, മഞ്ജിമ, പ്രിയങ്ക, GT1. നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? കൗമുദി. ഇതിന്റെ ആൻസർ ആണ് കൗമുദി എന്ന് പറയുന്നത്. ഓക്കെ, മഞ്ജിമയും പ്രിയങ്കയും എന്ന് പറയുന്നത് പാവലിന്റെ സങ്കര ഇനമാണ്. GT1 എന്ന് പറയുന്നത് വെണ്ടയുടെ സങ്കര ഇനമാണ്. കുറച്ച് സങ്കര ഇനങ്ങളുടെ പട്ടിക നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പഴയ ടെക്സ്റ്റിനകത്ത് കാണുന്ന കുറച്ച് സങ്കര ഇനങ്ങളാണ്. നെല്ലിന്റെ സങ്കര ഇനങ്ങളാണ് എന്തൊക്കെ? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. നെല്ലിന്റെ വരുന്നത് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയറിന്റെ ലോലമാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോലമാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഓക്കെ, അടുത്ത പച്ചമുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹം. പച്ചമുളകിന്റെ എന്തൊക്കെയാ? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹം. ആ പറയുമ്പോൾ തന്നെ ഒരു എരിവ് വരുന്നുണ്ട്, ഇല്ലയോ? അപ്പൊ പച്ചമുളകിന്റെ സങ്കര ഇനങ്ങൾ എന്തൊക്കെയാ? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹം. അടുത്ത വെണ്ട, കിരൺ അർക്ക, അനാമിക, സൽകീർത്തി. അതാണ് വെണ്ടയുടെ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു GT1. ഓക്കെ, അപ്പൊ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അടുത്ത വഴുതനയുടെ വരുന്നതാണ് സൂര്യശ്വേത, ഹരിത, നീലിമ. ഏതൊക്കെയാ? സൂര്യശ്വേത, ഹരിത, നീലിമ. അടുത്ത തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ് എന്തൊക്കെ? മുക്തി, അനഘ, അക്ഷയ. ഇത് സ്ഥിരം ചോദിക്കുന്ന, ഇതിനകത്ത് എല്ലാം സ്ഥിരം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മനസ്സിലായോ? പിന്നെ ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. മുളകിന്റെ ഉജ്ജ്വല, ജ്വാലാമുഖി എന്ന് പറയുന്നത്. പയർ, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല്, പവിത്ര, അന്നപൂർണ. തെങ്ങ്, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട, സൽകീർത്തി, കിരൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. DTP അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഏത്? വില്ലൻ ചുമ, ഡിഫ്തീരിയ, ടെറ്റനസ്, ഇൻഫ്ലുവൻസ. മനസ്സിലായോ? DTP അറിയപ്പെടുന്നതാണ് എന്ത്? ട്രിപ്പിൾ വാക്സിൻ, ട്രിപ്പിൾ ആന്റിജൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് എന്ത്? DTP എന്ന് പറയുന്നത്. DTP എന്തൊക്കെയാ? ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്യൂസസ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്ത് വിളിക്കും? വില്ലൻ ചുമ. അപ്പം ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ, ഈ 3 രോഗങ്ങൾക്കും കൊടുക്കുന്ന ഒരു വാക്സിൻ ആണ് എന്ത്? DTP വാക്സിൻ. അതുകൊണ്ടാണ് അതിനെ ട്രിപ്പിൾ ആന്റിജൻ അല്ലെങ്കിൽ ട്രിപ്പിൾ വാക്സിൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് 3-ൽ പെടാത്തത് ഏതാ? ഇൻഫ്ലുവൻസ. ഓക്കെ, കുറച്ച് രോഗങ്ങളും ടെസ്റ്റുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. മാൻഡെക്സ് ടെസ്റ്റും ഡോട്ട്സും എന്തിനു വേണ്ടിയാ? ക്ഷയരോഗത്തിന് വേണ്ടിയിട്ടാണ്.
നേരത്തെ നമ്മൾ ടെസ്റ്റിന്റെ ഒരു ചോദ്യം നമ്മൾ കണ്ടായിരുന്നു അല്ലയോ? അതിനകത്ത് വന്നത് ഏതാ? ഡോട്ട്സിന്റെ ആയിരുന്നു. അവിടെ പറയാഞ്ഞത് നമുക്ക് ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പം രോഗങ്ങളും ടെസ്റ്റുകളും, മാൻഡെക്സ് ടെസ്റ്റ്, ഡോട്ട്സ്, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ക്ഷയരോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് വൈഡൽ ടെസ്റ്റ്, അതിന്റെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് വൈഡൽ ടെസ്റ്റ്. സന്നിപാത ജ്വരം അല്ലെങ്കിൽ എന്താ? ടൈഫോയിഡ്. ടൈഫോയിഡിന്റെ മലയാളമാണ് എന്ത്? സന്നിപാത ജ്വരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ഷിക് ടെസ്റ്റ്, ഡിഫ്തീരിയ. ഡിഫ്തീരിയയ്ക്ക് ഉള്ളതാണ് എന്ത്? ഷിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൂർണിക്കൈറ്റ് ടെസ്റ്റ്. ടൂർണിക്കൈറ്റ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ള? ഡെങ്കുവിന് വേണ്ടിയിട്ടുള്ളതാണ് ടൂർണിക്കൈറ്റ് ടെസ്റ്റ്. അടുത്തത് എലീസ ടെസ്റ്റ്. എലീസ ടെസ്റ്റ് എന്ന് പറഞ്ഞ് എയ്ഡ്സ് നിർണ്ണയിക്കുന്ന പ്രാഥമിക ടെസ്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഥമിക ടെസ്റ്റ്, എയ്ഡ്സ് നിർണ്ണയിക്കുന്ന പ്രാഥമിക ടെസ്റ്റ് ആണ് എന്ത്? എലീസ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ PCR വെസ്റ്റേൺ ബ്ലോട്ട് നേവ ടെസ്റ്റ്. PCR ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ ടെസ്റ്റ്. ഇത് എയ്ഡ്സ് കൺഫേം ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണ് എന്ത്? PCR ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ ടെസ്റ്റ്. അപ്പൊ എയ്ഡ്സ് പരിശോധിക്കുന്ന ആദ്യത്തെ ടെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ എലീസ ടെസ്റ്റ് ആണ്. പിന്നീട് അത് കൺഫേം ചെയ്യാൻ എന്തൊക്കെ ചെയ്യും? PCR, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ മാൻഡെക്സ്, ഡോട്ട്സ് ക്ഷയരോഗം, വൈഡൽ ടെസ്റ്റിന് ടൈഫോയിഡ്, ഷീക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ, ടൂർണിക്കൈറ്റ് ഡെങ്കു, എലീസ എയ്ഡ്സ്, PCR വെസ്റ്റേൺ ബ്ലോട്ട്, നേവ എല്ലാം എയ്ഡ്സ് കൺഫേം ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത VDRL ടെസ്റ്റ്, വാസർമാൻ ടെസ്റ്റ്, സിഫിലിസിന് വേണ്ടിയിട്ടുള്ളത്. VDRL ടെസ്റ്റും വാസർമാൻ ടെസ്റ്റും എന്തിനുള്ള? സിഫിലിസിന് വേണ്ടിയിട്ടുള്ളത്. ഹിസ്റ്റമിൻ ടെസ്റ്റ്, ലെപ്രമിൻ ടെസ്റ്റ്. ലെപ്രമിൻ അങ്ങനെ ചോദിക്കില്ല, കാരണം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കുഷ്ഠം. അപ്പൊ ഇത് ഓർത്തോണം, ഹിസ്റ്റമിൻ ടെസ്റ്റ്. ഹിസ്റ്റമിൻ ടെസ്റ്റ് എന്തിനുള്ള? കുഷ്ഠരോഗത്തിനുള്ളതാണ്. മനസ്സിലായോ? അടുത്ത പാപ്സ്മിയർ ടെസ്റ്റ്, ഗർഭാശയ ക്യാൻസറിനുള്ളതാണ് എന്ത്? പാപ്സ്മിയർ ടെസ്റ്റ്. ക്യാൻസർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ബയോപ്സി ടെസ്റ്റ് എന്ന് പറയും ഇല്ലയോ? ക്യാൻസറിന്റെ പരിശോധിക്കുന്ന ടെസ്റ്റാണ് ബയോപ്സി. അത് ഗർഭാശയ ക്യാൻസർ ആണെങ്കിൽ എന്തുവാ? പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയും. സ്തനാർബുദമാണെങ്കിൽ മാമോഗ്രാഫി. സ്തനാർബുദത്തിന് ചെയ്യുന്ന എന്താ? മാമോഗ്രാഫിയാണ്. അടുത്ത വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നെസ്, ഇഷിഹാര ടെസ്റ്റ്. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വർണ്ണാന്തതയ്ക്ക് ചെയ്യുന്ന ടെസ്റ്റ് ആണെന്ത്? ഇഷിഹാര ടെസ്റ്റ്. ഓക്കെ, അടുത്തത് മഞ്ഞപ്പിത്തത്തിന് ചെയ്യുന്നതാണ് ബിലിറൂബിൻ ടെസ്റ്റ്. ബിലിറൂബിൻ അറിയാലോ, നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന വർണ്ണവസ്തുക്കളാണ് ബിലിറൂബിനും ബിലിവെറിഡിനും. അതിനകത്ത് ബിലിറൂബിൻ ആണ് എന്തിന് കാരണം? മഞ്ഞപ്പിത്തത്തിന് കാരണം. ഈ ബിലിറൂബിൻ കലകളിലൊക്കെ വ്യാപിച്ച് അതിന്റെ അളവ് കൂടി കലകളൊക്കെ വ്യാപിച്ച് കലകൾക്ക് ഒരു മഞ്ഞ നിറം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? മഞ്ഞപ്പിത്തം. അപ്പൊ മഞ്ഞപ്പിത്തത്തിന് ചെയ്യുന്ന എന്തുവാ? ബിലിറൂബിൻ ടെസ്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ ഒന്നുകൂടെ നോക്കാം ഈ സ്ലൈഡ്. VDRL ടെസ്റ്റ്, വാസർമാൻ ടെസ്റ്റ് സിഫിലിസിനുള്ളത്, ഹിസ്റ്റമിൻ ടെസ്റ്റ്, ലെപ്രമിൻ ടെസ്റ്റ് കുഷ്ഠത്തിനുള്ളത്, പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ, സ്തനാർബുദത്തിന് മാമോഗ്രാഫി, ക്യാൻസർ മാത്രം ചോദിക്കുകയാണെങ്കിൽ ബയോപ്സി, വർണ്ണാന്തതയ്ക്ക് ഇഷിഹാര ടെസ്റ്റ്, മഞ്ഞപ്പിത്തത്തിന് ബിലിറൂബിൻ ടെസ്റ്റ്. ഓക്കെ, ഇതിന്റെ ആൻസർ എഴുതിയായിരുന്നോ? ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ജീവികളെ 5 കിങ്ഡങ്ങളിലായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ്: കാൾ ബൗസ്, റോബർട്ട് എച്ച് വിറ്റാക്കർ, കാൾ ലിനേയസ്, ജോൺ റേ. ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയായി? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് കിങ്ഡം മൊണീറ, രണ്ടാമത്തത് പ്രൊട്ടിസ്റ്റ, മൂന്നാമത്തത് ഫഞ്ചൈ, നാലാമത്തത് പ്ലാന്റ്, അഞ്ചാമത്തത് അനിമേലിയ. ഇങ്ങനൊരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ RH വിറ്റാക്കർ ആണ്. മനസ്സിലായോ? ജീവികളെ 5 കിങ്ഡമായി വർഗീകരിച്ച സസ്യശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് എച്ച് വിറ്റാക്കർ അല്ലെങ്കിൽ RH വിറ്റാക്കർ. മനസ്സിലായോ? എന്നാൽ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ, എന്ത് പറയാം? കാൾ ലിനേയസ് എന്ന് പറയാം. മനസ്സിലായോ? തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആര് ചെയ്തു എന്ന് ചോദിക്കുവാണെങ്കിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ അല്ലെങ്കിൽ RH വിറ്റാക്കർ ആണ്. എന്നാൽ കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൾ ലിനേയസ് ആണ്. ഇദ്ദേഹം തന്നെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി. അതായത് നമ്മളിപ്പം മനുഷ്യന്മാരുടെ ശാസ്ത്രീയ നാമമാണെന്ത്? ഹോമോസാപ്പിയൻസ്. അതിന്റെ ജീനും സ്പീഷീസും ചേർന്ന് വരുന്ന 2 വാക്കുകളുണ്ടല്ലോ, അതിനാണ് ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെ? കാൾ ലിനേയസ് ആണ്.
മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ് ആ 5 കിങ്ഡം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. കിങ്ഡം മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, അനിമേലിയ. കിങ്ഡം മൊണീറ എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ടീരിയ ഒക്കെ വരുന്നതാണ് എന്ത്? കിങ്ഡം മൊണീറ. അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ, ന്യൂക്ലിയസ് ഇല്ലാത്ത അല്ലെങ്കിൽ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് എന്ത്? മൊണീറയിൽ വരുന്നത്. പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള, വ്യക്തമായ മർമ്മമുള്ള ഏകകോശ ജീവികൾ. ഓക്കെ. ഫഞ്ചൈ എന്ന് പറയുന്നത് എന്താ? ഏകകോശ ജീവികളാവാം, ബഹുകോശ ജീവികളാവാം. ഓക്കെ. പ്ലാന്റ് എന്ന് പറഞ്ഞ സസ്യങ്ങൾ അടങ്ങുന്നതും, അനിമേലി എന്താ? നമ്മുടെ മനുഷ്യരടങ്ങുന്ന ജന്തുക്കളും. ഇത്രയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ചോദ്യമാണ്. എന്നാൽ ചിലപ്പം ഇങ്ങനെ തരാം, ഹൃദയനിരക്ക് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം, അല്ലെങ്കിൽ ശ്വസന നിരക്കിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. അവിടെ എന്ത് തരത്തില്ല? ഈ അനൈച്ഛിക പ്രവർത്തനം എന്ന് തരത്തില്ല. അന്നേരം നമ്മളൊന്ന് ഡൗട്ട് അടിക്കും, ഇല്ലയോ? പലരും ഡൗട്ട് അടിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്? നമ്മൾ വെറുതെ ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നതെന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇങ്ങനൊരു ഓപ്ഷനിൽ പലർക്കും സംശയങ്ങൾ വരാം. സെറിബെല്ലം, സെറിബ്രം ഒക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലായോ? എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ എന്ന് പറയുമ്പം അതിനകത്ത് എല്ലാവരും എങ്ങോട്ട് പോക്കോളൂ? ഉത്തരം മെഡില ഒബ്ലാങ്കട്ടയിലേക്ക് പോകോളൂ. മനസ്സിലായോ? അതൊരു സൈക്കോളജിയാണ്. കാരണം നിങ്ങളുടെ അടുത്ത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ അന്നേരം തന്നെ സ്ട്രൈക്ക് ചെയ്യും. എന്താ? മെഡില ഒബ്ലാങ്കട്ട എന്ന് സ്ട്രൈക്ക് ചെയ്യും. മനസ്സിലായോ? അത് മറിച്ച് ശ്വസന നിരക്ക് നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് പോസാവും, നമ്മളൊന്ന് ആലോചിക്കും. മനസ്സിലായോ? ഒന്നുമില്ല. കാരണം ഇത് രണ്ടും ഈ ശ്വസന നിരക്കാണെങ്കിലും ഹൃദയ നിരക്കാണെങ്കിലും ഇത് രണ്ടും അനൈച്ഛിക പ്രവർത്തനങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് അങ്ങ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. മനസ്സിലായോ? ഹൃദയം നമ്മൾ പതുക്കെ ഇടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഹൃദയം ഇടിക്കുമോ? ഇല്ല. അതേപോലെ ശ്വസന നിരക്ക് പതുക്കെ ശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ സ്പീഡിൽ ശ്വസിക്കണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ, ഇത് മാത്രമല്ല, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, അതേപോലെ രക്തക്കുഴലുകൾ വികാസം, അങ്ങനെയുള്ള എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാ? മെഡില ഒബ്ലാങ്കട്ടയാണ്. മനസ്സിലായോ? മെഡില ഒബ്ലാങ്കട്ടയാണ്. ക്ലിയർ? നമുക്ക് അതിൻ്റെ കുറച്ച് സ്ലൈഡ് ഒന്ന് നോക്കാം. തലച്ചോറിന്റെ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സെറിബ്രം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറിബ്രമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന എവിടെ? സെറിബ്രത്തിലാണ്. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗം കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗം മെഡില എന്നും പറയും. ഏത് അവയവം എടുത്തു കഴിഞ്ഞാലും അതിന്റെ പുറം ഭാഗം എന്തുവാ? കോർട്ടെക്സ് എന്നും അകം ഭാഗം എന്തുവാ? മെഡില എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് പ്രത്യേകിച്ച് എടുത്ത് പഠിക്കണ്ട. അടുത്തത് ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന. ഇതെല്ലാം എന്തുവാ? സെറിബ്രത്തിന് കൊടുത്തേക്കണം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന ഇതെല്ലാം സെറിബ്രത്തിനുള്ളതാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ, നമ്മുടെ സെൻസ് ഓർഗൻസ് സ്വാധീനിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത് സെറിബ്രം ഉള്ളത് കൊണ്ടാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ, അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഓക്കെ. അപ്പൊ സെറിബ്രത്തിന്റെ ഇത്രയും പോയിന്റുകളൊക്കെ ആണല്ലോ. ഈ വരച്ചേക്കുന്ന ഒന്ന് ഓർത്തു വെച്ചോളാം. ഏറ്റവും വലിയ ഭാഗം ചുളിവുകളും മടക്കുകളും കാണുന്നു. ചാരനിറത്തിലുള്ള പുറം ഭാഗം കോർട്ടെക്സ്, വെളുത്ത നിറമുള്ള ഉൾഭാഗം മെഡില. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന ഇതെല്ലാം സെറിബ്രത്തിന് കൊടുത്തേക്കണം. ഇന്ദ്രിയാനുഭവങ്ങൾ സെറിബ്രത്തിന് കൊടുത്തേക്കണം. ഐച്ഛിക പ്രവർത്തനങ്ങൾ സെറിബ്രത്തിന് കൊടുത്തേക്കണം. ഓക്കെ. അടുത്തത് സെറിബെല്ലം. അടുത്തയാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണുന്നു. ചുളിവുകളും ചാലുകളും കാണുന്നത്, ചുളിവുകളും മടക്കുകളും സെറിബ്രത്തിനാണെങ്കിൽ ചുളിവുകളും ചാലുകളും കാണുന്നത് സെറിബെല്ലത്തിനാണ്. മനസ്സിലായോ? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നത് ആരാ? സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു ആര്? സെറിബെല്ലം. ഓക്കെ. അടുത്ത നോക്കാം. അടുത്തത് തലാമസ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം ചോദിച്ചിട്ടുള്ളതാണ്. ഇതാ ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര്? തലാമസ്. ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. അതായത് നമ്മുടെ സെറിബ്രത്തിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കണോ വേണ്ട, ആവശ്യമുള്ള സിഗ്നലിനെ കൊടുക്കുകയും വേണ്ട കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആരാ? തലാമസ് ആണ്. മനസ്സിലായോ?
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. നമ്മുടെ പല ഭാഗത്തു നിന്നുള്ള ഇമ്പൾസ് നമുക്ക് ആവശ്യമുണ്ടായി മാത്രം ഇങ്ങോട്ടേക്ക് വിടുന്നത് ആരാ? ഈ സെറിബ്രത്തിലേക്ക് വിടുന്നത് ഈ തലാമസ് ആണ്. മനസ്സിലായോ? അത് അടുത്തത് വരുന്നതാണ് ഹൈപ്പോ തലാമസ്. തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രധാന പങ്ക് വഹിക്കുന്ന തലച്ചോറിലെ ഭാഗം എന്താ? ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പാലനം. ആന്തര സമസ്ഥിതി പാലനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്നർ ബാലൻസ് എന്നാ പറയുന്നത്. ഇന്നർ ബാലൻസ്. ഈ ഇന്നർ ബാലൻസിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോ തലാമസ് ആണ്. മനസ്സിലായോ? അടുത്തത് മെഡുല ഒബ്ലാങ്കട്ട. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നു. ഇതിന്റെ ആകൃതി ചോദിച്ചിട്ടുണ്ട്. ദണ്ഡാകൃതിയിൽ കാണുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇത് അതേപോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തതാ, അല്ലയോ? ഇത് അതേപോലെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? മെഡുല ഒബ്ലാങ്കട്ടയാണ്. ക്ലിയർ? അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ കൊടുത്തായിരുന്നോ? ആൻസർ മാർക്ക് ചെയ്തല്ലോ, മെഡുല ഒബ്ലാങ്കട്ട. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഇത് ഒരുപാട് വട്ടം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഗ്രേത്ത തുൻബർഗ്, ഗുണ്ടർ പോളി, റിച്ചാർഡ് ലൂപ്പ്, റേച്ചൽ കാൾസൺ. അപ്പൊ ഏതാ ആൻസർ? റേച്ചൽ കാൾസൺ ആണ് എന്ത്? സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ രചയിതാവെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കോശവിഭജനത്തിന്റെ ഭാഗമായി നടക്കുന്ന ന്യൂക്ലിയസ് വിഭജനത്തിൽ പുത്രിക ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടമേത്? പുത്രിക ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന ഘട്ടമേത്? പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. അപ്പൊ ഇവിടെ ചോദ്യം എന്തുവാ? പുത്രിക ന്യൂക്ലിയസ് രൂപം കൊള്ളുന്നത്. നമ്മൾ ഓൾറെഡി അതിന്റെ പഠിച്ചു, അല്ലയോ? മർമ്മ വിഭജനം നടക്കുന്നത് എന്തുവാന്ന് പഠിച്ചു. ക്രൊമാറ്റിൻ ജാലിക ചിതറിക്കിടക്കുന്നത് പ്രൊഫേസില്, ക്രോമസോംസ് ചിതറിക്കിടക്കുന്നത് പ്രൊഫേസില്, ക്രോമസോംസ് മധ്യ ഭാഗത്ത് അലൈൻ ചെയ്ത് വെക്കുന്നത് മെറ്റാഫേസില്, പുത്രിക ക്രോമസോമുകൾ ഉണ്ടാവുന്നത് അനാഫേസിലും, പുത്രിക ന്യൂക്ലിയസുകൾ ഉണ്ടാവുന്നത് ടീലോഫേസിലുമാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? നിശാന്തത, അനീമിയ, വായ്പുണ്ണ്, സ്കർവി. നിശാന്തത, അനീമിയ, വായ്പുണ്ണ്, സ്കർവി. അപ്പൊ ഇതിനകത്ത് ഏതാ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ആൻസർ എഴുതിയല്ലോ, നോക്കാം. നിശാന്തത. നിശാന്തതയാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. നമുക്ക് ചില വൈറ്റമിൻസിന്റെ അപര്യാപ്ത രോഗങ്ങളൊന്നും പഠിക്കാം. നമ്മൾ നേരത്തെ ശാസ്ത്രീയ നാമങ്ങൾ പഠിച്ചു, അല്ലയോ? ഇനി നമുക്ക് അപര്യാപ്ത രോഗം ഒന്ന് നോക്കാം. വൈറ്റമിൻ എ. നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എക്ക് 2 രൂപങ്ങളുണ്ടെന്നും വൈറ്റമിൻ A1 A2 എന്നും പറഞ്ഞ 2 രൂപങ്ങളുണ്ട്. മനസ്സിലായോ? A1 ആണ് റെറ്റിനോൾ. അതിന്റെ അപര്യാപ്ത രോഗമാണ് കറക്റ്റായിട്ട് എന്ത്? നിശാന്തത എന്ന് പറയുന്നത്. A2വിന്റെ അപര്യാപ്ത രോഗമാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം വൈറ്റമിൻ എയുടെ പൊതുവായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ, കെരാറ്റോമലേസിയ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അതിനകത്ത് ഒരു തവണ എക്സാമിന് ചോദിച്ചാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിന്റെ അപര്യാപ്തത മൂലമാണ് നിശാന്തത. അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷനിൽ അവർ A കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഏറ്റവും അവസാനം കൊണ്ടുപോയി A1 കൊടുത്തു. ഒരുപാട് പേര് ഇത് ശരിയാക്കി കൊടുത്ത് ഉത്തരം തെറ്റിച്ച നെഗറ്റീവ് അടിച്ചൊരു ചോദ്യമാണ്. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻസ് എപ്പോഴും നമ്മൾ മുഴുവൻ ഓപ്ഷൻസും നമ്മുടെ കയ്യിൽ ഉത്തരമുണ്ടെങ്കിലും അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഒന്ന് വായിച്ചേക്കണം. മനസ്സിലായോ? കാരണം ഏറ്റവും ശരിയായ ഉത്തരം ചിലപ്പോൾ മറ്റൊന്നായിരിക്കും. ഓക്കെ, അപ്പോൾ A1 നിശാന്തത, A2 സിറോഫ്താൽമിയാണ്. ഓക്കെ, നമുക്കിവിടെ സിന്റെ എഴുതാം. സി എന്ന് പറഞ്ഞാണ് എന്ത്? സ്കർവി എന്ന് പറയും. സിയുടെ അപര്യാപ്ത രോഗമാണ് സ്കർവി. ഡിന്റെ അപര്യാപ്ത രോഗമാണ് എന്ത്? കണ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ റിക്കറ്റ്സ് എന്ന് പറയും. റിക്കറ്റ്സ്. പിന്നെ ഓസ്റ്റിയോമലേസിയ. ഈ കണ എന്ന് പറയുന്നത് കുട്ടികളിലും ഓസ്റ്റിയോമലേസിയ മുതിർന്നവരിലും ഉണ്ടാവുന്ന രോഗമാണ്, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം. മനസ്സിലായോ? അടുത്ത വൈറ്റമിൻ ഇ വന്നു കഴിഞ്ഞാൽ എന്തുവാ? വന്ധ്യത. വന്ധ്യതയാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്.
വൈറ്റമിൻ കെ, ഇതും ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം കൊടുത്തിട്ട് ഹീമോഫീലിയയും ഹെമറേജും ഉണ്ടെങ്കിൽ എന്താണ് ഉത്തരം? ഹെമറേജ് ആണ് ഉത്തരം. മനസ്സിലായോ? ഇനി ഹീമോഫീലിയ തന്നിട്ടുണ്ടെങ്കിലും ഹീമോഫീലിയ കൊടുത്തോ, പക്ഷെ യഥാർത്ഥ ഉത്തരം എന്ത് തന്നെ? ഹെമറേജ് ആണ്. വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് എന്തുവാ? ഹെമറേജ് ആണ്. മനസ്സിലായോ? ഹെമറേജ് ആണ് വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഹെമറേജിന്റെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ഒന്ന് എഴുതി വെച്ചേക്കണേ, നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കണം. ഹെമറേജിന്റെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം എന്തുവാ? ഹെമറേജ്. ക്ലിയർ? അപ്പം ഹീമോഫീലിയ എന്തുവാ? ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിസോർഡറാണ്. മനസ്സിലായോ? അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. എന്താണ് ഡെഫിഷ്യൻസി ഡിസീസ്, എന്താണ് ജനറ്റിക് ഡിസീസ്? ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിൻ്റെയെങ്കിലും കുറവ് മൂലം, ഏതെങ്കിലും പോഷണത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നത്. ജനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ജീനിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്നത്. അങ്ങനെ ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാവുന്ന ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ജീനിന്റെ തകരാറ് മൂലം ഉണ്ടാവുന്നതാണ് എന്ത്? ഹീമോഫീലിയ. ഇവിടെ എന്തോ വൈറ്റമിൻ കെയുടെ പര്യാപ്തത മൂലം ഉണ്ടാവുന്ന എന്താ? ഹെമറേജ് ആണ്. ക്ലിയർ? അടുത്ത B1ന്റെ ആണെന്ത്? ബെറിബെറി. B2ന്റെ വായ്പുണ്ണ് ചിലോസിസ് എന്നൊക്കെ പറഞ്ഞു വരും. ചിലോസിസ് എക്സെട്ര. അടുത്ത B3ന്റെ ആണെന്ത്? B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് ആസിഡ്. അതിന്റെ അപര്യാപ്ത രോഗം പെല്ലഗ്ര. ത്വക്കിനെ ബാധിക്കുന്നതാണെന്ത്? പെല്ലഗ്ര എന്ന് പറയുന്നത്. അടുത്ത B5 പാൻഡോതെനിക് ആസിഡ്. അതിന്റെ അപര്യാപ്ത രോഗം പരിസ്ഥീഷ്യ എന്ന് പറയും. B5 പരിസ്ഥീഷ്യ. അടുത്തത് B6ന്റെ എന്താ? B6ന്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ. അതിന്റെ അപര്യാപ്ത രോഗം ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസൈറ്റിക് അനീമിയ. അടുത്തത് B7 ആണെന്ത്? ബയോട്ടിൻ, മുടി കൊഴിച്ചിൽ. അതിന്റെ അപര്യാപ്ത രോഗം ചോദിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ. ബയോട്ടിൻ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ് B7. അപ്പോൾ അതിന്റെ അപര്യാപ്ത രോഗം എന്തായിരിക്കും? മുടി കൊഴിച്ചിൽ. അടുത്തത് B9 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B9 എന്ന് പറഞ്ഞാൽ RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ് ഫോളിക് ആസിഡ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ അപര്യാപ്ത രോഗം എന്താ? മെഗലോബ്ലാസ്റ്റിക് അനീമിയ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേരും പറയാം, മാക്രോസൈറ്റിക് അനീമിയ എന്നും പറയാം. മനസ്സിലായോ? അടുത്തത് B12 എന്ന് പറയുന്ന സയനോകൊബാലമിൻ. അതും RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അപര്യാപ്ത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയാണ് വൈറ്റമിൻസിന്റെ അപര്യാപ്ത രോഗങ്ങൾ നമ്മൾ പഠിക്കാനുള്ളത്. ഇതിന്റെ ആൻസർ നമ്മൾ കൊടുത്തായിരുന്നോ? ആൻസർ കൊടുത്തു. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ക്യൂണിക്കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെമ്മീൻ കൃഷി, പഴം പച്ചക്കറി കൃഷി, മുയൽ വളർത്തൽ, കൂൺ കൃഷി. അപ്പം ക്യൂണിക്കൾച്ചർ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ മുയൽ വളർത്തൽ അല്ലയോ? ബാക്കി നമുക്ക് നോക്കാം. പുതിയ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. പട്ടുനൂൽപ്പുഴു വളർത്തൽ എന്തുവാ? സെറികൾച്ചർ. പട്ടുനൂൽപ്പുഴു വളർത്തലാണെന്ത്? സെറികൾച്ചർ എന്ന് പറയുന്നത്. പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ. അടുത്ത തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ. എപ്പികൾച്ചർ. മുയൽ വളർത്തൽ ക്യൂണിക്കൾച്ചർ. കൂൺ കൃഷി എന്തുവാ? മഷ്റൂം കൾച്ചർ എന്ന് പറയും. കൂൺ കൃഷിയാണെന്ത്? മഷ്റൂം കൾച്ചർ. കോഴിക്കൃഷി എന്തുവാ? പൗൾട്രി ഫാമിംഗ്. കോഴിക്കൃഷിയാണ് പൗൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് കന്നുകാലി വളർത്തലാണെന്ത്? ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയും. അപ്പം കോഴിക്കൃഷി എന്ന് പറഞ്ഞാൽ പൗൾട്രി ഫാമിങ്ങും കന്നുകാലി വളർത്തൽ എന്താ? ലൈവ് സ്റ്റോക്ക് ഫാമിങ്ങും ആണ്. മത്സ്യകൃഷിയാണെന്ത്? പിസി കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കണം. അടുത്ത ചോദ്യം നോക്കാം. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്. നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണെന്നാണ്? HNO3, HCl, H2SO4, CaCO3. അപ്പൊ ഇതിനകത്ത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാ? അത് HCl ആണ്. ഓക്കെ, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ HCl.
മനസ്സിലായോ? ഈ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡായ HCl പ്രധാന ധർമ്മം എന്തൊക്കെയാ? ഒന്ന്, രോഗാണുക്കളെ നശിപ്പിക്കുക. ഒന്നാമത്തെ ധർമ്മം എന്തുവാ? രോഗാണുക്കളെ നശിപ്പിക്കുക. രണ്ടാമത്തെ ധർമ്മം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്സിനെ ഉത്തേജിപ്പിക്കുക. അതായത് പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന ഒരു എൻസൈമാണ് എന്ത്? പെപ്സിൻ. അതിന്റെ ഇനാക്റ്റീവ് ഫോമാണ് പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു ഇനാക്റ്റീവ് ഫോമിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ആ ഇനാക്റ്റീവ് ഫോമിനെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള പെപ്സിനാക്കി മാറ്റുന്ന ആരാ? ഈ HCl ആണ്. മനസ്സിലായോ? പിന്നെ ആമാശയ രസത്തിലെ pH ക്രമീകരിക്കുക. അത് നമ്മുടെ വായിൽ നിന്നും വരുന്ന ആഹാരം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ വരുന്ന ഒരു എൻസൈമാണ് സലൈവറി അമിലേസ്, അന്നജത്തെ വിഘടിപ്പിക്കുന്നത്. ആ സലൈവറി അമിലേസിനെ എന്താക്കി മാറ്റും? പ്രവർത്തനരഹിതമാക്കി മാറ്റുന്നത് ആര് തന്നെ? HCl. അപ്പോൾ ഇതാണ് HCl ധർമ്മം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിന്റെ pH വാല്യൂ പഠിച്ചു വെച്ചേക്കണം. 1 തൊട്ട് 2.5 റേഞ്ചിലാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റുന്നു. അതിന് വേണ്ടുന്ന pH എന്ന് പറഞ്ഞാൽ 1.8 pH-ലാണ് ഇത് ഒരു കൺവർഷൻ നടത്തുന്നത്. മനസ്സിലായോ? 1.8 pH-ലാണ് ഇതൊരു കൺവർഷൻ നടക്കുന്നത്. അപ്പം നമ്മൾ ആമാശയത്തിലെ HCl നമ്മൾ ഒരു റേഞ്ചിലാണ് പറയാറുള്ളത്. ക്ലിയർ? അതേപോലെ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന HCl അളവ് ചോദിക്കുവാണെങ്കിൽ എന്ന് പറയും അത് 2 ലിറ്റർ ആണ്. 2 ലിറ്റർ ആണ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോണം. അടുത്ത ചോദ്യം നോക്കാം. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏത്? ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏത്? റൈബോസോം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ലൈസോസോം. അപ്പം ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. റൈബോസോം, മൈറ്റോകോൺട്രിയോ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ലൈസോസോം. അപ്പം ഇതിനകത്ത് ഏതാ? നമുക്കതൊന്ന് നോക്കാം. നമുക്ക് 3 കാറ്റഗറിയിലാണ് ഇത് പഠിച്ചു വെച്ചെടുക്കേണ്ടത്. 3 കാറ്റഗറിയിൽ അറിഞ്ഞിരിക്കണം. ഒന്ന്, ജന്തുക്കളിലും സസ്യങ്ങളിലും ഉള്ളത് ഏതൊക്കെയാണെന്ന് അറിയണം. പിന്നീട് ജന്തുക്കളിലുള്ളത് ഏതാണെന്ന് അറിയണം. പിന്നീട് സസ്യത്തിലുള്ളത് ഏതാണെന്ന് അറിയണം. അങ്ങനെ 3 കാര്യങ്ങൾ അറിയണം. ഓക്കെ. ജന്തുക്കളിലുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്തുക്കളിലും സസ്യങ്ങളിലുള്ളതാണ് എന്തൊക്കെ? മൈറ്റോകോൺട്രിയ, അന്തർദ്രവ്യ ജാലിക, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, പിന്നീട് റൈബോസോം, വാക്യൂൾ അല്ലെങ്കിൽ ഫേനം, പിന്നെ ഗോൾഗി ബോഡീസ്, ഗോൾഗി കോംപ്ലക്സ്, ഗോൾഗി അപ്പാരറ്റസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടും. അപ്പോൾ രണ്ടിലും കാണുന്ന ഏതൊക്കെയാ? മൈറ്റോകോൺട്രിയ, അന്തർദ്രവ്യജാലിക, റൈബോസോം, വാക്യൂള്, ഗോൾഗി ബോഡീസ്. ഈ 5 എണ്ണമാണ് രണ്ടിലും കാണുന്നത്. ജന്തുക്കളിൽ മാത്രം കാണുന്ന ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈസോസോമും സെൻട്രോസോമും. ഇനി സസ്യങ്ങളിൽ മാത്രം കാണുന്ന ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജൈവഗണം അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പിന്നെ വരുന്ന എന്താ? കോശഭിത്തി എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഉത്തരം ഒന്ന് കൊടുക്കാമല്ലോ. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നത് റൈബോസോം 2-ലും ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം 2-ലും ഉണ്ട്, മൈറ്റോകോൺട്രിയ 2-ലും ഉണ്ട്, ലൈസോസോം എവിടെ മാത്രമേ ഉള്ളൂ? ജന്തുകോശത്തിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. അടുത്ത ചോദ്യം. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതൊക്കെയാന്ന് നോക്കാം. മെനിഞ്ചസ്, പ്ലൂറ, പെരികാർഡിയം, കോശസ്തരം. അപ്പൊ ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് ഏതൊക്കെയാ? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് മെനിഞ്ചസ്, പെരികാർഡിയം, പ്ലൂറ, കോശസ്തരം. എന്താ ആൻസർ? പെരികാർഡിയം ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണെന്ത്? പെരികാർഡിയം. തലച്ചോറിനെ സംരക്ഷിക്കുന്നതാണ് എന്ത്? തലച്ചോറിനെ സംരക്ഷിക്കുന്ന 3 പാളികളുള്ള സ്ഥലമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു കോശത്തെ പൊതിഞ്ഞു വെച്ചേക്കുന്നതാണ് എന്ത്? കോശസ്തരം എന്ന് പറയുന്നത്. പ്ലൂറ എന്ന് പറയുന്നത് ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. ക്ലിയർ? ഓക്കെ. അടുത്ത ചോദ്യം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട്? ആൻസർ അറിയാം. 206 അസ്ഥികൾ. നവജാത ശിശുക്കളാകുമ്പോഴാണ് അത് എത്ര എണ്ണം വരുന്നുണ്ട്? 300 അസ്ഥികൾ എന്ന് പറഞ്ഞു വരും. ഓക്കെ. അപ്പം നമുക്കറിയാം, നമുക്ക് മൊത്തവും
206 അസ്ഥികളാണ്. ഈ 206 അസ്ഥികളിൽ അക്ഷാസ്ഥികൂടവും ഉണ്ട്, അനുബന്ധ അസ്ഥികൂടവും ഉണ്ട്. ഇതിൻ്റെയും കൂടെ എണ്ണം ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. അക്ഷാസ്ഥികൂടം എത്ര എണ്ണമാണ്? 80 അക്ഷാസ്ഥികൂടവും 126 അനുബന്ധ അസ്ഥികൂടവും ഇതിനകത്ത് കാണുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്തുള്ള ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അക്ഷാസ്ഥികൂടം എടുക്കുവാണെങ്കിൽ അക്ഷാസ്ഥികൂടത്തിനകത്ത് വരുന്നതാണ് എന്ത്? തലയോട്. തലയോട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരുന്നതാ? മുഖവും വരും, കപാലവും വരും. തലയോട് എന്ന് പറഞ്ഞാൽ മുഖവും കപാലവും വരും. മുഖത്തിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 14, കപാലത്തിനകത്ത് 8 എണ്ണം. അങ്ങനെ മൊത്തവും 22. ഇതാണ് എന്ത്? തലയോടിനകത്തുള്ളത്. പിന്നെ ചെവി എടുത്തു കഴിഞ്ഞാൽ 2 ചെവിയിലായിട്ട് 3 എണ്ണം വെച്ച് മൊത്തവും 6 എണ്ണം. പിന്നെ തൊണ്ട എടുത്തു കഴിഞ്ഞാൽ തൊണ്ട 1 എണ്ണം. ക്ലിയർ ആണല്ലോ? തൊണ്ട 1 എണ്ണം. അങ്ങനെ ഇത് മൊത്തവും കൂടി എത്ര ഉണ്ട്? 28 1 29. ഇതായിരിക്കും ചിലപ്പോൾ SCERT-യിൽ കൊടുത്തിട്ടുള്ള തലയോടിലെ ആകെ അസ്ഥികൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? തലയോടിലെ അസ്ഥി എന്ന് പറഞ്ഞ് ചിലപ്പോൾ SCERT-യിൽ 29 കൊടുക്കും. ആ 29 വന്ന എങ്ങനെയാണെന്നറിയാലോ? ഇത് ഇത്രയും ചേർത്ത്. ഓക്കെ, പിന്നെ വരുന്നത് വാരിയല്ല്, പിന്നെ വരുന്നത് മാറല്ല് 1 എണ്ണം വരുന്നുണ്ട്. വാരിയല്ല് എത്ര എണ്ണമാണ്? 24 എണ്ണം. നട്ടല്ല് 26 എണ്ണം. ഓക്കെ, അങ്ങനെ മൊത്തം എത്ര എണ്ണമായി? 20, 40, 60, 70, 79, 80. അങ്ങനെ മൊത്തം എത്ര എണ്ണമായി? 80 എണ്ണമായി. അങ്ങനെ അക്ഷാസ്ഥികൂടം 80 എണ്ണം. ഇനി അടുത്തത് വരുന്നത് അനുബന്ധ അസ്ഥികൂടം. അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? തോള്, തോളല് എത്ര എണ്ണമാണ്? 2 എണ്ണം വെച്ച് 2 സൈഡിലും കൂടെ 4 എണ്ണം. പിന്നെ കൈ 30 എണ്ണം വെച്ച് 2 കൈയിലും കൂടെ 60 എണ്ണം. പിന്നെ ഇടുപ്പ് 1 എണ്ണം വെച്ച് 2 എണ്ണം. പിന്നെ കാല് 30 എണ്ണം വെച്ച് 60. അങ്ങനെ മൊത്തം 120ഉം 6ഉം 126 എണ്ണം. മനസ്സിലായോ? അങ്ങനെ മൊത്തം 206 അസ്ഥികൾ. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്, ധാന്യം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? ഫ്രക്ടോസ്, ഗാലക്ടോസ്, സുക്രോസ്, ഗ്ലൂക്കോസ്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിനകത്ത് പ്രകാശ സംശ്ലേഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയായിരുന്നു, ഇല്ലയോ? അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു, ഹൈഡ്രജൻ അടുത്ത ഇരുണ്ട ഘട്ടത്തിലേക്ക് പോകുന്നു. ഇരുണ്ട ഘട്ടത്തിൽ ഈ ഹൈഡ്രജനെയും ഊർജ്ജത്തിനെയും ഒക്കെ വെച്ച് എന്തിനെ നിർമ്മിക്കുന്നു? ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സസ്യങ്ങളിൽ ആഹാര സംശ്ലേഷണം അല്ലെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന എന്തിനെയാ? ഗ്ലൂക്കോസിനെയാണ്. പക്ഷേ ഈ ഗ്ലൂക്കോസ് സീവ് നാളി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോയത്തിനകത്ത് വരുന്നതാണ്. ഇലകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം സസ്യത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരുടെ ജോലിയാ? ഫ്ലോയത്തിന്റെ ജോലിയാ. അതിനകത്തുള്ള കോശമാണ് സീവ് കോശം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ സീവ് നാളികളിലൂടെ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വലിയൊരു തന്മാത്ര പോകത്തില്ല. അപ്പൊ അതിന് ഈ സീവ് നാളിലൂടെ സഞ്ചരിക്കാൻ ഈ ഗ്ലൂക്കോസ് വീണ്ടും ഡിവൈഡ് ചെയ്യും, വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്തായിട്ട് മാറും? അത് സുക്രോസ് ആയിട്ട് മാറിയാണ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ധാന്യം ഏത് രൂപത്തിലാണ് സീവ് നാളിലൂടെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുക്രോസിന്റെ രൂപത്തിലാണ് പോകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത, സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ്? സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാവുന്ന ക്യാൻസർ ആണ്? ഓക്കെ, ഓപ്ഷൻസ്: ത്വക്ക്, അസ്ഥിമജ്ജ, അസ്ഥി, കണ്ണ്. ആൻസർ എഴുതിക്കോ. അപ്പൊ സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ്? ത്വക്ക്, അസ്ഥിമജ്ജ, അസ്ഥി, കണ്ണ്. അപ്പൊ സാർക്കോമ എവിടെ ഉണ്ടാവുന്നതാണ്? അസ്ഥികളിലും പേശികളിലും ഒക്കെ ഉണ്ടാവുന്ന ക്യാൻസർ ആണ് സാർക്കോമ എന്ന് പറയുന്നത്. അസ്ഥിമജ്ജയിൽ ഉണ്ടാവുന്നതാണ് എന്ത്? ലിംഫോമ എന്ന് പറയും. ലിംഫോമ എന്നൊക്കെ പറയുന്നത് അസ്ഥിമജ്ജയിൽ ഉണ്ടാകുന്ന ഒരു തരം ക്യാൻസർ ആണ്. മനസ്സിലായോ? ത്വക്കിലുണ്ടാകുന്നതാണ് മെലനോമ എന്ന് പറയും.
മെലനോമ എന്നൊക്കെ പറയുന്നത് ത്വക്കിലുണ്ടാവുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ സാർക്കോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാവുന്നതാണ്? അസ്ഥികളിൽ, പേശികളിലൊക്കെ ഉണ്ടാവുന്നതാണ് സാർക്കോമ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ എത്തുന്നത് എങ്ങനെ? പ്ലാസ്മയിൽ ലയിച്ച് വായു അറകളിലൂടെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ടിഷ്യൂ ദ്രവത്തിലൂടെ. അപ്പോൾ ഏതിലൂടെയാണ് പോകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ശ്വസന പ്രക്രിയയിൽ എങ്ങനെ നടക്കുന്നത്. ശ്വസന പ്രക്രിയ ഇപ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ നമ്മുടെ വായു അറയിലെത്തും, അല്ലയോ? ഈ വായു അറയിൽ നിന്ന് നേരെ ഇത് എങ്ങോട്ടേക്കാണ് കയറുന്നത്? രക്തക്കുഴലിലേക്കാണ് കയറുന്നത്, അല്ലയോ? വായു അറയിൽ നിന്ന് നേരെ രക്തക്കുഴലിലേക്ക് വരും. ആ രക്തക്കുഴലിൽ കൂടെ ഇത് സഞ്ചരിച്ച് എങ്ങോട്ടേക്ക് വന്ന് കയറണം? ഇത് കോശത്തിലേക്ക് വന്ന് കയറണം. കോശത്തിലേക്ക് വന്ന് കയറണം. ഇതാണ് ഇതിൻ്റെ രൂപം. ഇവിടുന്ന് എനർജി റിലീസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെങ്ങോട്ടേക്ക് കയറണം? രക്തത്തിലേക്ക് പോകണം. ആ രക്തത്തിലൂടെ സഞ്ചരിക്കണം, സഞ്ചരിച്ച് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിലൂടെ പോകണം, അല്ലയോ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോശ ശ്വസനം വഴി കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ഈ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് ഏതിലൂടെയാണ് രക്തത്തിലേക്ക് വന്ന് കയറുന്നതെന്നാണ്. രക്തത്തിൽ എത്തുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലയോ? അപ്പോൾ അതാ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സാധനമുണ്ട്. അത് ഏതിലൂടെയാണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണേ? ഇവിടെ നമുക്ക് ഉത്തരം ഒന്നും അറിഞ്ഞുകൂടാ. ഉത്തരം നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ. നമുക്ക് ഇതിൽ ആൻസർ നോക്കാം. പ്ലാസ്മയിൽ ലയിച്ച് ശരിയാണോ? കാരണം പ്ലാസ്മ എവിടാ? രക്തത്തിലാണ്. പ്ലാസ്മ രക്തത്തിലില്ലയോ? അപ്പോൾ എത്തുന്നതിന് മുമ്പ് പ്ലാസ്മയിൽ ലയിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇത് വെട്ടിക്കളയാം, ഇല്ലയോ? രണ്ടാമത്തെ എന്തുവാ? വായു അറകളിലൂടെ. വായു അറ ഇവിടെ കിടക്കുക, അതിനു മുമ്പാണ് രക്തം. അപ്പോൾ വായു അറയും നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ. മൂന്നാമത്തത് ഹീമോഗ്ലോബിനുമായി ചേർന്ന്, അതും താണ്ട ഈ രക്തത്തിനകത്താണ് കയറുന്നത്, അല്ലയോ? അപ്പോൾ അതും നമുക്ക് വെട്ടിക്കളയാം. നാലാമത് ടിഷ്യൂ ദ്രവത്തിലൂടെ. അപ്പോൾ ആൻസർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിഷ്യൂ ദ്രവത്തിലൂടെയാണ്. ഇനി എന്താണ് ഈ ടിഷ്യൂ ദ്രവം? നമുക്ക് പറയാം. ഇതാണ്ട് ഈ കോശത്തിനെയും രക്തക്കുഴലിനും ഇടയ്ക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ കോശാന്തര സ്ഥലം, ഇന്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയും. ആ സ്പേസിലേക്ക് നമ്മുടെ രക്തലോമികയിൽ നിന്നും എന്ത് ചെയ്യും? രക്തം ഒരു തരത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യും. മനസ്സിലായോ? ഒരു തരത്തിലുള്ള ദ്രാവകം. അപ്പൊ അതാണ്ട് ഇത് കോശമാണെന്ന് വിചാരിച്ചു. ഈ കോശത്തിനോട് ചേർന്ന് എന്തുണ്ട്? രക്തലോമികളുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ രക്തം പോവുകയെന്ന് വിചാരിച്ചു. ഈ രക്തക്കുഴലിലൂടെ പുറത്തേക്ക് എന്ത് ചെയ്യും? ഒരു ദ്രാവകം സെക്രീറ്റ് ചെയ്യും. ആ ദ്രാവകം നമ്മുടെ ഈ കോശാന്തര സ്ഥലത്ത്, ഇന്റർ സെല്ലുലാർ സ്പേസിൽ വന്ന് നിറയും. ഈ നിറയുന്ന ദ്രാവകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ടിഷ്യൂ ദ്രവത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതൊരു കുഴലിലേക്ക് കയറും. ഒരഗ്രം അടഞ്ഞ ഒരു കുഴലിലേക്ക് കയറും. ആ കുഴലിലേക്ക് കയറുന്ന ടിഷ്യൂ ദ്രവം പിന്നീട് എന്തായിട്ട് മാറുന്നത്? ലിംഫായിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയോ? കോശത്തിലുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാ? അതിന്റെ നടുക്കുള്ള ടിഷ്യൂ ദ്രവത്തിലൂടെയാണ് എത്തുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? നമ്മൾ ഓൾറെഡി തലച്ചോറിന്റെ ഭാഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ആന്തര സമസ്ഥിതി പാലനം, ഇന്നർ ഇക്വിലിബ്രിയം, ഇന്നർ ബാലൻസ്. എന്താണ് ആൻസർ? ഹൈപ്പോ തലാമസ് ആണ്. മനസ്സിലായോ? ഇന്നർ ബാലൻസിന് സഹായിക്കുന്ന അവയവം എന്നാണ് ചോദ്യമെങ്കിൽ, അതും കൂടെ ഓർത്ത് വെച്ചോണം. അവയവമാണ് ചോദ്യമെങ്കിൽ അതെന്താ? വൃക്ക ആണ്. വൃക്ക. മനസ്സിലായോ? ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന അവയവം വൃക്കയും തലച്ചോറിന്റെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോ തലാമസുമാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏതെന്നാണ് ചോദ്യം. ഫംഗസ്, ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏതാ? വൈറസ് ആണ്. അതിന് കയറുന്ന ആളുടെ ശരീരത്തിലെ കോശത്തെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിന് സ്വന്തമായിട്ട് എന്തില്ല? സ്വന്തമായിട്ട് വൈറസുകൾക്ക് കോശമില്ല. അതുകൊണ്ടാണ് അതിനെ സെൽ തിയറി ബാധകമല്ലാത്ത എന്ന് പറയുന്നത്. വൈറസുകൾക്ക് എന്ത് ബാധകമല്ല? സെൽ തിയറി ബാധകമല്ല. കാരണം എന്താ? അവർക്കൊരു സെല്ലില്ല. അവർക്ക് ആകെയുള്ളത് ഒരു പ്രോട്ടീൻ കോട്ടാണ്. മനസ്സിലായോ? ആ പ്രോട്ടീൻ കോട്ടിന്റെ പേരാണ് ക്യാപ്സിഡ് എന്ന് പറയും. അതിനകത്ത് എന്തുണ്ട്? ജനിതക വസ്തുവായിട്ടുള്ള DNA അല്ലെങ്കിൽ RNA കാണും. ഇതാണ് ആകെയുള്ള വൈറസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏത്? കരളിൽ അടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം. പക്ഷാഘാതം, പ്രമേഹം, ഫാറ്റി ലിവർ, സ്ട്രോക്ക്. അപ്പോൾ എന്താ ആൻസർ? കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥയാണെന്ത്? ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. താണ്ടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച്
രോഗങ്ങൾ ഉണ്ട് ഇവിടെ. ഒന്നാമത്തത് പ്രമേഹം. ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാവുന്നതാണ് എന്ത്? പ്രമേഹം എന്ന് പറയുന്നത്. ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യം മൂലമുണ്ടാവുന്നതാണ് പ്രമേഹം. രണ്ടാമത്തത് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്തുവാ? കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നത്. കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നതാണ് എന്ത്? ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അമിത രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞത്. ഈ ധമനിയിൽ എന്ത് ചെയ്യും? കൊഴുപ്പടിയും. അപ്പം ആ ബ്ലഡിനെ എങ്ങനെയും പമ്പ് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും അവിടെ ഉണ്ടാവുന്ന പ്രഷർ കൂടും. അതാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഏകദേശം 140/90 മുകളിൽ പോകുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഹൃദയാഘാതം. എന്തുവാ? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ രക്തം കൊണ്ടുപോകുന്ന ധമനിയാണ് എന്ത്? കൊറോണറി ധമനി. ഈ കൊറോണറി ധമനിയിൽ കൊഴുപ്പടിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? പ്രോപ്പറായിട്ട് ബ്ലഡ് ഫ്ലോ നടക്കത്തില്ല, ഹൃദയത്തിലേക്ക് പ്രോപ്പർ ബ്ലഡ് ഫ്ലോ നടക്കത്തില്ല. അപ്പം ഹൃദയത്തിന്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത് അതിന്റെ ജോലി നിന്നുപോകും. അതാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടിയായിരുന്നല്ലോ. എന്താ? ഫാറ്റി ലിവർ. അടുത്ത ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏത്? തൈമസ് ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി. ടി ലിംഫോസൈറ്റുകൾ നിർമ്മിക്കുന്ന ഗ്രന്ഥി ഏത്? അതാണ് ചോദിച്ചത്, അല്ലയോ? നമുക്കറിയാം ലിംഫോസൈറ്റ്. ഈ ലിംഫോസൈറ്റ് നിർമ്മിക്കുന്നത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്ഥിമജ്ജയിലാണ്. എന്ത് നിർമ്മിക്കപ്പെടുന്നത്? അസ്ഥിമജ്ജയിലാണ് ആര് നിർമ്മിക്കപ്പെടുന്നത്? ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഈ അസ്ഥിമജ്ജയിൽ നിർമ്മിക്കുന്ന ലിംഫോസൈറ്റുകൾ ചിലത് അവിടെ വെച്ച് തന്നെ പാകമാകും എന്ന് പറഞ്ഞാൽ മെച്യൂർ ആവും. ആ ലിംഫോസൈറ്റുകളെയാണ് നമ്മൾ ബി ലിംഫോസൈറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എന്നാൽ ചില ലിംഫോസൈറ്റുകൾ അസ്ഥിമജ്ജയിൽ നിർമ്മിക്കപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകമാകും. മനസ്സിലായോ? മെച്യൂർ ആവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടി ലിംഫോസൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം യഥാർത്ഥത്തിൽ മുഴുവനും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിക്കപ്പെടുന്ന ഗ്രന്ഥി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായി? യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കുകയല്ല, അവിടെ എന്ത് ചെയ്യുന്നു? ആ ലിംഫോസൈറ്റുകൾ പാകപ്പെടുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മെച്യൂർ ആവുന്നു. മനസ്സിലായോ? നിർമ്മിക്കുന്നത് എവിടെ തന്നെ? അസ്ഥിമജ്ജയിൽ തന്നെയാണ് നിർമ്മിക്കപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്തുവാ? ഇതിന്റെ ആൻസർ തൈമസ് ഗ്രന്ഥിയാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശവിജ്ഞാനീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിയോഡർ ഷ്വാൻ കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തി. റുഡോൾഫ് റിച്ചോ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമെന്ന് കണ്ടെത്തി. റോബർട്ട് ബ്രൗൺ നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് കണ്ടെത്തി. MJ ശ്രീഡൻ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരിയായ പ്രസ്താവന? ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ തിയോഡർ ഷ്വാൻ എന്തുവാ? കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തി. ശരിയാണോ? അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. തിയോഡർ ഷ്വാൻ എന്താ കണ്ടെത്തിയേ? അത് ജന്തു ശരീരം കണ്ടെത്തിയതാണെന്ത്? തിയോഡർ ഷ്വാൻ എന്ന് പറയുന്നത്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ബ്രൗൺ ആണ്. മനസ്സിലായോ? റോബർട്ട് ബ്രൗൺ ആണ്. അപ്പൊ ദാ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ ഡി ഉത്തരം കിട്ടി. അപ്പം നോക്കിക്കോണം, കോശത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രം കണ്ടെത്തിയത് ആരാന്ന് വെച്ചാൽ റോബർട്ട് ബ്രൗൺ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ശ്ലീഡൻ. ഓക്കെ, അടുത്ത ചോദ്യം.
പോഷണ പ്രക്രിയയിലെ ശരിയായ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആഹാര സ്വീകരണം, ദഹനം. ഓക്കെ, നമ്മുടെ പോഷണ തലത്തിലെ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്നത് തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ ചോറിന് കഴിക്കാൻ നേരത്തെ എന്ത് ചെയ്യുന്നു? നമ്മൾ ആഹാരം വായിലേക്ക് വെക്കുന്നു. അതാണ് ആഹാര സ്വീകരണം. അപ്പൊ ആദ്യത്തെ ഘട്ടം എന്തുവാ? ആഹാര സ്വീകരണം. ഒന്നാം ഘട്ടം ആഹാര സ്വീകരണം. ഓക്കെ, രണ്ടാം ഘട്ടം എന്തുവാ? വായിൽ വെക്കുമ്പം തന്നെ അതെന്ത് ചെയ്യും? ദഹനം തുടങ്ങുക. നമ്മുടെ സലൈവറി അമിലേസ് ദഹിപ്പിക്കും. പിന്നെ അത് ആമാശയത്തിൽ വന്ന് പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിക് ലിപ്പേസ് പോലുള്ള എൻസൈമുകൾ ദഹിപ്പിക്കും. പിന്നെ ചെറുകുടലിലേക്ക് പോയി അതിൻ്റെ ദഹനം പൂർണ്ണമാകും. അപ്പം ചെറുകുടലിൽ എത്തുന്നത് വരെയും എന്ത് തന്നെ നടക്കുന്നത്? ദഹനമാണ് നടക്കുന്നത്. അപ്പം രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ദഹനം. ചെറുകുടലിലെ പക്വാശത്തിൽ വെച്ച് ദഹനം പൂർണ്ണമാകുന്നു. പിന്നീട് അത് ജജുനം വഴി ഇലിയത്തിലെത്തുന്നു. ഇലിയത്തിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? ആഗീരണം നടക്കുന്നു. ആഗീരണം നടക്കുന്നു. മനസ്സിലായോ? ആഗീരണം നടക്കുന്നു. ആഗീരണം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? ശരീരം സ്വീകരിക്കുക. നമ്മുടെ ഇലിയം എത്തുന്നത് വരെയും നമ്മുടെ ശരീരം അതിനെ സ്വീകരിച്ചിട്ടില്ല. അത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ശരീരം സ്വീകരിച്ചിട്ടില്ല. ഇലിയത്തിൽ എത്തുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? രക്തത്തിലേക്ക് അതിനെ എടുക്കുന്നത്, അല്ലെങ്കിൽ ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫ് കുഴലിലേക്ക് അതിനെ എടുക്കുന്നത്. അതിനെയാണ് ശരീരം സ്വീകരിക്കുക എന്ന് പറയുന്നത്. അതാണ് ആഗീരണം. മനസ്സിലായോ? അത് കഴിഞ്ഞ് വരുന്നതാണ് സ്വാംശീകരണം. സ്വാംശീകരണം എന്ന് പറഞ്ഞാൽ എന്താ? രക്തത്തിലേക്ക് കയറിയ സാധനം ഇനി എന്ത് ചെയ്യണം? ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തണം. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അതാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയും. മനസ്സിലായോ? ബാക്കി ഇതിൽ നിന്ന് ദഹിക്കാത്ത ബാക്കി സാധനങ്ങൾ എന്ത് ചെയ്യും? പുറന്തള്ളപ്പെടും. അതാണ് വിസർജനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ആഹാര സ്വീകരണം ഫസ്റ്റ് വരുന്ന ഇതാണ്ടേ, ഇത് രണ്ടും. ആദ്യത്തെ ഘട്ടം ദഹനം തെറ്റ്, സ്വാംശീകരണം തെറ്റ്. അപ്പൊ ആഹാര സ്വീകരണം ഇത് രണ്ടിനകത്ത് ഏതെങ്കിലും. രണ്ടാമത് സ്വാംശീകരണം, ഇതും തെറ്റ്. അപ്പൊ ആൻസർ എന്താ? ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഓക്കെ, അടുത്ത ചോദ്യം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം കണ്ടെത്തുക. അപ്പൊ നമുക്കറിയാം വിറ്റാമിനുകൾ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം. നമുക്കറിയാം വൈറ്റമിൻ എന്ന് പറയുന്നത് അതിനെ ലയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ലയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ജലത്തിൽ ലയിക്കുന്നതും മറ്റൊന്നിൽ കൊഴുപ്പിൽ ലയിക്കുന്നതും. ജലത്തിൽ ലയിക്കുന്നത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ജലത്തിൽ ലയിക്കുന്ന ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ കൊഴുപ്പിൽ ലയിക്കുന്നത്? കൊഴുപ്പ് നമുക്ക് കേടാ, അല്ലയോ? കൊഴുപ്പ് നമുക്ക് കേട് ആണ്. കേടാ, വൈറ്റമിൻ കെ, ഇ, ഡി, എ, അല്ലെങ്കിൽ നമ്മൾ എ, ഡി, ഇ, കെ എന്നും പറയും, അടക്കെന്നും പറയും. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഓർത്ത് ഇരുന്നാൽ മതി. ഓക്കെ, അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്നത് കെ, ഇ, ഡി, എ അല്ലെങ്കിൽ എ, ഡി, ഇ, കെ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാ? എ, ഡി, ഇ, കെ. ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിന്റെ ധർമ്മവുമായി ബന്ധമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചായിരുന്നു. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലാങ്കേട്ട, ഇതിന്റെ എല്ലാം പ്രത്യേകത നമ്മൾ പഠിച്ചതാണ്, ഇല്ലയോ? അപ്പൊ നമുക്ക് ഈ ചോദ്യം എളുപ്പമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന കേന്ദ്രം ബന്ധമില്ലാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന കേന്ദ്രം ബന്ധമുള്ളതാണ്, ബന്ധമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, ബന്ധമുണ്ടോ? അടുത്തത് ചിന്താബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായി വർത്തിക്കുന്നു, ശരിയാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു, ശരിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഇതിനകത്ത് ശരിയല്ലാത്തത് ഏതാ? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലാത്തത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ആരാ? സെറിബെല്ലമാണ്. സെറിബെല്ലം ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏത്? ഒരു വാക്സിനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ പറ്റാത്ത രോഗം ഏതെന്നാണ് ചോദ്യം. സിക്കിൾ സെൽ അനീമിയ, ക്ഷയം, വില്ലൻ ചുമ, ഡിഫ്തീരിയ. സിക്കിൾ സെൽ അനീമിയ, ക്ഷയം, വില്ലൻ ചുമ, ഡിഫ്തീരിയ. അപ്പൊ ഏതാ? ഡിഫ്തീരിയ, വില്ലൻ ചുമ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു, അല്ലയോ? DTP എന്ന് പറഞ്ഞ നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ ഏതാ വരുന്നത്? സിക്കിൾ സെൽ അനീമിയ. കാരണം സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ജനിതക രോഗമാണ്. ജനിതക രോഗമാണെന്ന്. ആൻസർ എന്താ? സിക്കിൾ സെൽ അനീമിയ ആണ്.
മനസ്സിലായോ? ഇനി എന്താണ് സിക്കിൾ സെൽ അനീമിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ RBCയുടെ ഷേപ്പ് നമുക്കറിയാലോ, ബൈകോൺകേവ് ഷേപ്പ് അല്ലെ ഡിസ്ക് ആകൃതിയാണ്. അതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ അമിനോ ആസിഡുകളുടെ ജീനിന് തകരാറ് സംഭവിക്കുമ്പോൾ അതിന്റെ ക്രമീകരണത്തിന് ചെറിയ വ്യത്യാസം വരും. മനസ്സിലായോ? അമിനോ ആസിഡിന്റെ ജീനിന് തകരാറ് സംഭവിക്കുമ്പം അതിന്റെ ക്രമീകരണത്തിൽ വ്യത്യാസം വരും. അങ്ങനെ ഡിസ്ക് ആകൃതിയിലിരിക്കുന്ന RBC എന്തായിട്ട് മാറും? ഇങ്ങനെതാ സിക്കിള് പോലെ ഇങ്ങനെ വളയും, അരിവാള് പോലെ വളയും. ആ വളഞ്ഞ സാധനം എന്താണ്ട് ഈ രക്തക്കുഴലല്ലയോ, ഇതിങ്ങനെ രക്തക്കുഴൽ ഇങ്ങനെ അടിഞ്ഞുകൂടി അവിടെ എന്ത് പറ്റും? രക്തത്തിന്റെ സംവഹനത്തെ തടസ്സപ്പെടുത്തും. അതാണ്ട് അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയുന്നു. അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. രക്തപ്രവാഹം തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഓക്സിജന്റെ ആ റൂട്ടിലേക്കുള്ള ഓക്സിജന്റെ സംവഹനവും കുറയത്തില്ലയോ. അതാണ് എന്ത്? അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജന്റെ ഉറവിടം എന്താണ്? അന്നജത്തിന്റെ വിഘടനം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിഘടനം, ജലത്തിന്റെ വിഘടനം, ATPയുടെ വിഘടനം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം? ജലത്തിന്റെ വിഘടനമാണ്. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും പോകുന്നു, ഓക്സിജൻ പുറന്തള്ളുന്നു, ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? രണ്ടാം ഘട്ടമായിട്ടുള്ള ഇരുണ്ട ഘട്ടത്തിലേക്ക് കൊടുക്കുന്നു. ഓക്കെ. അടുത്ത ചോദ്യം, മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്നയാ? മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിനെ ബാധിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മെനിഞ്ചസ്, അവിടെയുള്ള സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, അത് എടുത്തുകൊണ്ടാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ രോഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. അപ്പൊ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ത്? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചൈറ്റിസിന് ഉണ്ടാകുന്ന അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, അതൊക്കെയാണ് എന്ത്? മെനിഞ്ചൈറ്റിസ്. ഓക്കെ. പിന്നെ ശ്വാസകോശ സംബന്ധമായ ചില രോഗങ്ങളാണ് എന്തൊക്കെ? അതൊന്ന് നോക്കിയേക്കാം. പേര് നമുക്ക് നോക്കാം. ശ്വാസകോശ സംബന്ധമായ ചില രോഗങ്ങളാണ് എംഫീസീമ, ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ എക്സെട്ര. പിന്നെ വൃക്കയായിട്ട് ബന്ധപ്പെട്ട ചില രോഗങ്ങളാണ് എന്തൊക്കെ? നെഫ്രൈറ്റിസ്, വൃക്കയിൽ കല്ല്, യുറീമിയ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഹൃദയത്തെ സംബന്ധിച്ച ചില രോഗങ്ങളാണ്, ഹൃദയത്തെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ് അതീറോസ്ക്ലീറോസിസ്, ഇതുവഴി വരുന്നതാണ് ഹൃദയസ്തംഭനം, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്ന എന്തുവാ? ഹൃദയമായിട്ട് ബന്ധപ്പെട്ട ചില രോഗങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഒരു ചോദ്യം കണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ചോദ്യമാണ് കിങ്ഡം മൊണീറയുടെ സവിശേഷത എന്ത്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശജീവി, പരപോഷികളായ സഞ്ചാരശേഷിയുള്ള ബഹുകോശജീവി, ന്യൂക്ലിയസോട് കൂടിയ ഏകകോശജീവി, സ്വപോഷികളായ സഞ്ചാരശേഷി ഇല്ലാത്ത ബഹുകോശജീവി. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 4 ആൾക്കാരുടെ പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാ ആവിഷ്കരിച്ചത്? RH വിറ്റാക്കർ ആണ്. അപ്പം വിറ്റാക്കർ ആവിഷ്കരിച്ച 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 4 പേരുടെ പ്രത്യേകതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ കിങ്ഡം മൊണീറയുടെ സവിശേഷത ഏതാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. മനസ്സിലായോ? അപ്പൊ കിങ്ഡം മൊണീറയുടെ എക്സാമ്പിൾ എന്താ? ബാക്ടീരിയ. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് എന്ത്? കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്. രണ്ടാമത് കൊടുത്ത് നോക്കിയേ, പരപോഷികളായ സഞ്ചാരശേഷിയുള്ള ബഹുകോശജീവി. ബഹുകോശജീവി എന്ന് കാണുമ്പോൾ തന്നെ ആരൊക്കെ മനസ്സിൽ വരും? ഫഞ്ചൈ വരും, സസ്യം വരും, പ്ലാന്റ് വരും. സഞ്ചാരശേഷിയുള്ള എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ സസ്യം വെട്ടിക്കളയും, അല്ലയോ? പരപോഷികളും കൂടെ ആകുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും? ആ ഉത്തരം എന്തിലേക്ക് വരും? കിങ്ഡം അനിമേലിയയിലേക്ക് ചുരുങ്ങും. അനിമേലിയ. ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവി, അതാണ് എന്ത്? പ്രൊട്ടിസ്റ്റ. സ്വപോഷികളായ, സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന, സഞ്ചാരശേഷി ഇല്ലാത്ത ബഹുകോശ ജീവിയാണ് പ്ലാന്റ്. കിങ്ഡം പ്ലാന്റ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം,
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡിയാണ് നമുക്ക് അറിയേണ്ടത്. റൈബോസോം മാംസ്യ നിർമ്മാണ കേന്ദ്രം, ലൈസോസോം കോശ വിഭജനത്തിന് സഹായിക്കുന്നു, മൈറ്റോകോൺട്രിയ കോശത്തിലെ ഊർജ്ജ നിർമ്മാണവും സംഭരണവും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹന പാത. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തെറ്റായ ജോഡി എന്താ? ആദ്യത്തെ എന്താ? റൈബോസോം. ശരിയായ ജോഡിയാണ് എന്ത്? മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് എന്ത്? റൈബോസോം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലൈസോസോം കോശ വിഭജനത്തിന് സഹായിക്കുന്നു. ഇത് തെറ്റായ ജോഡിയാണ്. അടുത്ത മൈറ്റോകോൺട്രിയം എന്തുവാ? ഊർജ്ജ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അപ്പൊ ഇതും ശരിയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ ജോലി? കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹന പാതയായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആകൃതിയും ദൃഢതയും കൊടുക്കുന്ന ആര് തന്നെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ബന്ധപ്പെട്ട തെറ്റായ ജോഡി ഏതാ? ലൈസോസോമാണ്. ക്ലിയർ ആണല്ലോ? ലൈസോസോമിന്റെ പ്രത്യേകത എന്താ? ലൈസോസോമിന്റെ ജോലി എന്താ? ലൈസോസോം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മഹത്യാ സഞ്ചികള് ദഹനസഞ്ചികള് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? ലൈസോസോമ. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ കോശത്തിലേക്ക് പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിയുന്ന ദഹനരസങ്ങളടങ്ങിയ സഞ്ചികളാണ് എന്ത്? ലൈസോസോം എന്ന് പറയുന്നത്. മനസ്സിലായോ? എങ്ങനെ അത് നശിപ്പിക്കുന്നത്? സ്വയം നശിച്ചുകൊണ്ടാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ആത്മഹത്യാ സഞ്ചി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി സെൻട്രോസോമിന്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻട്രോസോം ആണ് എന്തിനു സഹായിക്കുന്നത്? കോശ വിഭജനത്തിന് സഹായിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിനകത്ത് തെറ്റെന്തുവാ? ലൈസോസോം എന്തുവാ? ദഹനസഞ്ചികള് അല്ലെങ്കിൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നെങ്കിൽ കോശ വിഭജനത്തിന് സഹായിക്കുന്നത് ആരാന്നാണ് നമ്മൾ പഠിച്ചത്? കോശ വിഭജനത്തിന് സഹായിക്കുന്നത് സെൻട്രോസോമാണ്. മനസ്സിലായോ? ഇത്രയൊക്കെ ആണല്ലോ. അപ്പം ഇതാണ് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പം അത്യാവശ്യം ഒരു 10-40ഓളം ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സുമാണ് നമ്മൾ നോക്കിയത്. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കുറേ ഭാഗങ്ങളിലെ കുറേ ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വീണ്ടും കുറേ ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.